കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇവിടെ നടക്കുന്ന ഈ തിരുവചന പ്രബോധന ശുശ്രൂഷയിലൊരു സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിപ്പാണ്ടിക്കുന്ന ഇടയാകുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ നേരായിട്ടുള്ളതാകാം, വികലമായിട്ടുള്ളതാകാം, ഉപരിപ്ലവമായിട്ടുള്ളതാകാം. എന്തായിരുന്നാലും എൻ്റെ ദൈവം എനിക്ക് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ വൈദികർ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ പല വീടുകളിലും കാണുന്നൊരു വാക്യമുണ്ട്. യെശയ്യാ പ്രവചനം 41 അധ്യായത്തിൻ്റെ 10 വാക്യമാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, എൻ്റെ ബലമുള്ള ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന വാക്യം. ഇപ്പോൾ ദൈവം നമുക്ക് എന്താണ് എന്നതിനെക്കുറിച്ച് ആ വാക്യം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആക്ഷരികമായി പറഞ്ഞാൽ നമ്മെ താഴെ വെക്കാതെ ഇങ്ങനെ നിരന്തരമായി കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമാണ് ദൈവം എന്ന അർത്ഥതലത്തിലാണ് നാം ആ വാക്യത്തെ കാണുന്നത്. എനിക്ക് ആ വാക്യത്തിൻ്റെ ആക്ഷരിക അർത്ഥത്തോട് യോജിപ്പുള്ള ആളല്ല. ദൈവം വല്ലപ്പോഴുമൊക്കെ നമ്മളെ താഴെ കാലുകുത്താൻ അനുവദിക്കാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ പദമൂതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാം ആകാനായിട്ട് കഴിയുകയുള്ളൂ. പക്ഷെ അവൻ്റെ കൃപ നിരന്തരമായി നമ്മുടെ കൂടെ ഉണ്ടാകും. ജീവിതത്തിൻ്റെ യാത്രയിൽ താളടിയായി പോകാതെ എല്ലായ്പ്പോഴും നയിക്കുന്നവൻ അവനാണ്. എനിക്ക് അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ എന്നെ ഇപ്പോൾ ഭരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആയുസ്സും വലുപ്പവും അനുസരിച്ച് ദൈവം എനിക്ക് ആരാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് അന്വേഷണങ്ങൾ ധാരാളമായിട്ട് ജീവിതത്തിലുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തിന് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഈ ജീവിതയാത്രയിൽ എത്ര പേർ അതിനൊരു മറുപടി കണ്ടെത്തിയിട്ടുണ്ട്, ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാന ചോദ്യമാണ്. ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും താഴെ വയ്ക്കാതെ ഇങ്ങനെ ഉള്ളംകൈയിൽ കൊണ്ടു നടക്കുന്ന, ഒരു വേദനയും എനിക്ക് തരാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു എൻ്റെ പരിപാലകനാണ് എൻ്റെ ദൈവമെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. അതിനപ്പുറം ചില വേദനകളെ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ദൈവത്തിന് ഞാൻ എന്താണ് എന്ന് കണ്ടെത്തുന്നതാണ് ഈ കാലഘട്ടത്തിൽ ജീവിതം സുവിശേഷമാകുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖാന്തരമെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് എന്താണ് എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. എത്ര തലമുറ മാറിയാലും ദൈവം നമുക്ക് എന്താണെന്നുള്ളതിന് അതിനൊരു സ്ഥിര അർത്ഥമുണ്ട്. ചിലപ്പോൾ നാം അതിനെ ഉപരിപ്ലവമായൊക്കെ കണ്ടുവന്ന് വരാം. എന്നാൽ നാം ഓരോരുത്തരും കണ്ടെത്തേണ്ട, ദൈവബന്ധത്തിൽ ദൈവകൃപയിൽ കണ്ടെത്തേണ്ട ഒരു കാര്യം, ഈ തലമുറയിൽ ഞാൻ യാന്ത്രികമായി ഇവിടെ വന്നവനല്ല. ദൈവത്തിൻ്റെ സനാതന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ തലമുറയിലായിരിക്കുന്നതെങ്കിൽ എൻ്റെ ദൈവത്തിന്, എൻ്റെ സഭയ്ക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സമൂഹത്തിന്, ഈ തലമുറയ്ക്ക് ഞാൻ എന്താണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ആ ഒരു മനോബോധത്തിലേക്ക് വളരുക എന്നുള്ളതാണ് ഈ ജീവിതത്തിൽ നമുക്ക് ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് അല്പമൊക്കെ ഉതകുമെന്ന് ഞാൻ വിചാരിക്കുന്നൊരു വേദഭാഗം ഈ സന്ധ്യയിൽ നിങ്ങളുമൊത്ത് പങ്കിടുകയാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളാണ്. ഗലാത്യ ലേഖനം 4 അധ്യായം 22-23 വാക്യങ്ങൾ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരിക്കുന്നു. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരിക്കുന്നു. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം മുതൽ ഏതാണ്ട് 26 അധ്യായം വരെയുള്ള ഭാഗത്താണ്.
ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിലാണ് ദൈവം അബ്രഹാമിനോട് പ്രത്യേകമായിട്ട് പറയുന്നു, ഞാൻ നിന്റെ പരിചയം മഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ നിന്റെ പരിചയം മഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന് ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാം തിരിച്ച് ദൈവത്തോട് ചോദിക്കുകയാണ്, എന്ത് പ്രതിഫലമാണ് എനിക്കുള്ളത്? എനിക്ക് ഒരു സന്തതി ഇല്ലാതിരിക്കെ ഈ ആയുസ്സിൽ എന്ത് പ്രതിഫലമാണ് എനിക്ക് ലഭിക്കാനായിട്ടുള്ളത്? അപ്പൊ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അതിന് ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. അപ്പൊ അബ്രഹാം പറയുകയാണ്, എന്നോട് കൂടി ആയിരിക്കുന്ന എൻ്റെ വീട്ടിൽ ജനിച്ച ഒരു ദാസനുണ്ട്, അവൻ്റെ പേര് എലിയാസാർ എന്നാണ്. അവൻ എന്നോട് കൂടി ആയിരുന്നാൽ മതി, അവൻ അവകാശി ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ ദൈവം പറഞ്ഞ മറുപടി, അവൻ നിന്റെ വീട്ടിൽ ജനിച്ച ദാസനാണ്, അവൻ നിന്റെ അവകാശിയാവില്ല. നിന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് പറയുകയാണ്. എന്നിട്ട് അബ്രഹാമിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ആകാശത്തിലേക്ക് നോക്കാൻ പറയുകയാണ്. നോക്കിയിട്ട് ചോദിച്ചു, നീ എന്നതാ കാണുന്നത്? ധാരാളം നക്ഷത്രങ്ങളെ കാണുന്നുണ്ട്, എണ്ണാൻ സാധ്യമാകുമെങ്കിൽ നീ എണ്ണിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അസംഖ്യമാക്കും എന്ന് പറയുകയാണ്. അങ്ങനെ ഈ വാഗ്ദത്തവും പേറി അബ്രഹാം ജീവിക്കുകയാണ്. സ്വാഭാവികമായിട്ട് സാറയോടും ദൈവം നൽകിയ വാഗ്ദത്തം അബ്രഹാം പങ്കുവച്ചിട്ടുണ്ടാവും. ഈ സംഭവം 15-ാമത്തെ അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ നാം വരുമ്പോൾ സാറ മനസ്സിലാക്കുന്നു, ഒരു മകനെ ലോകത്തിൽ ഉദരത്തിൽ പേറി അവന് ജന്മം കൊടുത്തവനെ വളർത്തുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമം അനുസരിച്ചും മാനുഷിക ബോധ്യമനുസരിച്ചും ഇനിയും സാധ്യമല്ല. കാരണം അതിനുള്ള തൻ്റെ പക്വതയും പ്രായവും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അബ്രഹാമിനെ സാറായി വിളിച്ചിട്ട് പറയുകയാണ്, മിസ്രൈമിയ ദാസിയായിരിക്കുന്ന ഹാഗാർ എനിക്കുണ്ട്, അവളെ ഞാൻ നിനക്ക് ഭാര്യയായിട്ട് തരികയാണ്. നീ അവളിൽ ഒരു പുത്രനെ ജനിപ്പിച്ച് എനിക്ക് തരണം. ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ നമ്മൾ അത്ഭുതത്തോടെ മാത്രമേ അത് കേൾക്കുകയുള്ളൂ. അങ്ങനെ ഈ തലമുറയിൽ കുടുംബമുള്ളതായിട്ടും എനിക്കറിയാം. 2 മക്കളുമുണ്ട്. ആദ്യത്തെ ഭാര്യയ്ക്ക് വയ്യാതെ വന്നപ്പോൾ, ക്ഷീണാവസ്ഥയിൽ വന്നപ്പോൾ പരിചരിക്കാനായിട്ട് വന്ന സ്ത്രീയെ ഭാര്യയായിട്ട് സ്വീകരിപ്പാൻ ആദ്യത്തെ ഭാര്യ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നാലും മക്കളില്ലായിരുന്ന ആദ്യ തലമുറയ്ക്ക്, ആദ്യ ഭാര്യയ്ക്ക് അതേ ഭർത്താവിൽ നിന്നൊരു മകനെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ വീട്ടിൽ സഹായത്തുന്ന സ്ത്രീയിൽ 2 കുട്ടികളുണ്ടായ ഒരു സംഭവം എനിക്കറിയാം. പക്ഷെ നാം അതിനെ വളരെ അപരാധത്തോടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ ഇതൊരു അപരാധമാണെന്ന് പറയാനായിട്ട് നിവർത്തിയില്ല. കാരണം പ്രത്യേകിച്ചൊരു മോറൽ കോഡൊന്നും ഇല്ലായിരുന്ന കാലത്ത് തന്നാൽ അനുശേഷവും പ്രഗത്ഭരായിട്ടുള്ള ധാരാളം ആളുകളെ നാം കാണുന്നുണ്ട്. അവരൊക്കെയും അനേക ഭാര്യമാരുള്ളവരും കൂടാതെ ദാസിമാരുടെ ജീവിതത്തിൽ മക്കളെ ജനിപ്പിച്ചിട്ടുള്ളവരുമായ ധാരാളം പേരെ നാം കാണുന്നുണ്ട്. അബ്രഹാമിനെ ദൈവം ഈ വിഷയത്തിൽ എവിടെയെങ്കിലും ശാസിക്കുന്നതായി നാം കാണുന്നില്ല. അപ്പം അങ്ങനെ നാം നോക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു അപരാധമായിരുന്നു പറയാൻ നിവർത്തിയില്ല. എന്നാലും അതൊരു അപരാധമാകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, ദൈവം അബ്രഹാമിന് കൊടുത്ത ഒരു വാഗ്ദത്തമുണ്ട്, നിന്റെ ഉദരത്തിൽ ജനിക്കുന്നവൻ നിന്റെ അവകാശിയാകും എന്നുള്ള വാഗ്ദത്തം. അത് നിലനിൽക്കുകയും അതിനുള്ള സാധ്യത അവസാനിച്ചുവെന്ന് മാനുഷിക ബുദ്ധിയിൽ തോന്നുന്ന ഒരു സന്ദർഭത്തിലാണ് സാറായി തൻ്റെ ഒരു ആഗ്രഹം അബ്രഹാമിനോട് പറയുന്നത്. അങ്ങനെ അബ്രഹാം സാറായുടെ ആഗ്രഹം നിറവേറ്റുവാൻ തക്കവണ്ണം അവളുടെ ദാസിയെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയും അവൾ ഗർഭവതിയാവുകയും ചെയ്യുകയാണ്. ഹാഗാർ അബ്രഹാമിൽ തൻ്റെ ഭർത്താവിൽ നിന്ന് ഗർഭവതിയായി എന്ന് സാറായി മനസ്സിലാക്കുമ്പോൾ അത് സാറായിക്ക് വളരെ അസഹനീയമായിട്ട് അനുഭവപ്പെടുകയാണ്. പിന്നെ ഹാഗാർ സാറായിയെ നോക്കിക്കഴിഞ്ഞാൽ അവൾ നിന്നയോടെയാണ് എന്നെ നോക്കുന്നതെന്ന് സാറായിക്ക്
സ്വയമായിട്ട് തോന്നി തുടങ്ങി. എനിക്ക് തോന്നുന്നില്ല ഹാഗാർ ബോധപൂർവമായി സാറായെ നിന്ദിച്ചിട്ടാണ് സാറായിക്ക് ആ ഒരു തോന്നൽ ഉണ്ടായത് എന്നൊരു വിശ്വാസം, അങ്ങനെയാണ് ഇവിടെ വേദഭാഗത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുവാനായിട്ട് പ്രയാസമുണ്ട്. തന്നിൽ സാധ്യമാകാതിരുന്ന ഒന്നേ തൻ്റെ ദാസിയായ ഹാഗാറിൽ തൻ്റെ ഭർത്താവ് മുഖാന്തരമായി സാധ്യമാക്കുമ്പോൾ അത് സഹിക്കുവാനായിട്ടുള്ള മാനസികാവസ്ഥ ഇല്ലാതെ വരികയാണ് സാറായിക്ക്. അതുകൊണ്ട് സാറ അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ എല്ലാ വേദഭാഗങ്ങളും വാക്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ സമയമനുസരിച്ച് ഈ പറയുന്ന വേദഭാഗങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ മതിയാകും. ഇങ്ങനെ സാറ അബ്രഹാമിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ ദാസിയിൽ നിന്ദിതയായി മാറുകയാണ്. അതിൻ്റെ കാരണം നീയാണ്. അതുകൊണ്ട് നീ തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കണം. വാസ്തവത്തിൽ അത്ഭുതം തോന്നുന്ന ഒരു സാഹചര്യമാണ്. അബ്രഹാമിനോട് സാറ വന്നിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ അനർത്ഥത്തിന് നീയാണ് ഉത്തരവാദി. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം നീ തന്നെ കാണണം. മനുഷ്യന്റെ ചരിത്രത്തിൽ അവനവന്റെ സ്വാർത്ഥതയനുസരിച്ച് എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തരഫലം ഏറ്റെടുക്കാൻ ജീവിതത്തിൽ മനുഷ്യന് കഴിയാതെ പോവുകയും അതിന് ചേർന്ന ആളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ചരിത്രം എക്കാലത്തുമുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ഈ വേദഭാഗം വായിക്കുമ്പോൾ അബ്രഹാമിനെ നമുക്ക് എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുന്നത്? അന്നത്തെ സാഹചര്യത്തിൽ വലിയ അപരാധമാണ് എന്ന് ചിന്തിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ അബ്രഹാമിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ സാറായിയെ നമുക്ക് അല്പം കുറ്റപ്പെടുത്താനായിട്ട് കഴിയും. ഇവിടെ സാറായി നേരിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, ഇപ്പോൾ എൻ്റെ ദാസി എന്നെ നിന്ദിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ആരാണ്? അതിൻ്റെ കാരണം നീയാണ്. അതുകൊണ്ട് നീ തന്നെ അത് പരിഹരിക്കണം എന്ന് പറയുകയാണ്. വലിയൊരു പ്രതിസന്ധിയാണ് അബ്രഹാം ഏറ്റെടുക്കേണ്ടി വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴി ഇന്നതാണെന്നും ദൈവത്തിൻ്റെ ഹിതം ഇന്നതാണെന്നും ജീവിതത്തിൽ ബോധ്യപ്പെട്ടതിന് ശേഷം അതിനെ അധികരിക്കുവാനായിട്ട് നാം ഏറ്റെടുക്കുന്ന നമ്മുടെ ആലോചനയ്ക്ക് തിരുവചനം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ജഡാഭിലാഷം എന്ന് പറയുന്നത്. ഈ ജഡാഭിലാഷം കൊണ്ട് ദൈവത്തിന്റെ തീരുമാനത്തെ അധികരിക്കുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ അത് നാളെയുടെ സങ്കടങ്ങളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. ധാരാളം സംഭവങ്ങൾ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുദിനമായി ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ സങ്കടങ്ങളുടെ ഉത്തരവാദി ഞാനാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ഗതികേടെന്ന് പറയുന്നത്. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന്, ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ ചരിത്രത്തിന്റെ എല്ലാ പോരായ്മകളും ആവർത്തിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ശാസ്ത്രലോകത്തായിരുന്നാലും രാഷ്ട്രീയ മേഖലയിലായിരുന്നാലും ആധ്യാത്മിക മേഖലയിലായിരുന്നാലും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അപജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുവാൻ കഴിയാതെ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം മറ്റു പലരെയും ഏൽപ്പിച്ചിട്ട് നാം കൈകഴുകുവാൻ ശ്രമിക്കുകയും ഒരിക്കലും പാഠം പഠിക്കാത്തവരായി ചരിത്രത്തെ ഗതികേടിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ജീവിതാനുഭവങ്ങളോട് കൂടിയാണ് നാം ഈ ലോകത്തിലായിരിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് ഉത്തരവാദി ഞാനാണ് എന്നുള്ളിലുള്ളപ്പോൾ മറ്റു പലരെയും കുറ്റപ്പെടുന്ന സ്വഭാവം ഉണ്ടെങ്കിലും ആരെങ്കിലുമൊക്കെ നമ്മെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മെ കുറ്റപ്പെടുന്നതെന്നൊരു സ്വയബോധം നമുക്കുണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ഹാഗാർ നോക്കിക്കഴിയുമ്പോൾ നിന്ദിതയായി സാറയ്ക്ക് തോന്നുന്നതിന്റെ പ്രധാന കാര്യം അതാണ്. ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളൊരു കാര്യമാണ്. നാം പേറുന്ന ചില ആന്തരിക വേദനകൾ,
മറ്റാരെങ്കിലും മറുവശത്ത് നിന്ന് രണ്ടുപേർ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പേറുന്ന വേദനയോട് അതിനെ ചേർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്ന ധാരാളം ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ആ ഭാരവും കൂടെ കൂട്ടത്തിൽ പേറിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നടക്കുന്നത്. ഞാൻ മുമ്പ് ഒരു പള്ളി വികാരിയായ സമയത്ത്, ഇപ്പം വലിയ ഇടവകയാണ്, ആ ഇടവകയുടെ സെമിത്തേരിയോട് ചേർന്ന് അതിൻ്റെ മറുവശത്തായിട്ടൊരു ചെറിയ ദ്വീപ് പോലെ ഒരിടമുണ്ട്. ഒരു 10-15 വീട്ടുകാരവിടെ ഉണ്ട്. എല്ലാവരും തന്നെ ആ ഇടവക്കാരാണ്. അവിടെ നിന്ന് ആദ്യത്തെ വീടെന്ന് പറയുന്നത് നല്ലൊരു ഇറക്കത്തിലാണ്. അങ്ങോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വീടുകളൊക്കെ. അതിൻ്റെ ഇടത്തുവശത്താണ് ഈ വീട് എന്ന് പറഞ്ഞാൽ തിരിച്ചു കയറി വരുമ്പോൾ ആ ദ്വീപിലെ ഏറ്റവും ഒടുവിലത്തെ വീടാണത്. അത് വലത്തുവശത്താണ്. ഇപ്പം നല്ല കയറ്റമായതുകൊണ്ട് വാഹനങ്ങൾ അവിടെ വരുമ്പോൾ 1-ാം ഗിയറിലോ 2-ാം ഗിയറിലോ മാത്രമേ വരാറുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടി ഓടിക്കുന്നവരെ സംബന്ധിച്ചറിയാം, വണ്ടി ഡെഡ് സ്ലോയിലായെന്ന് പറയും. അപ്പം അറിയാതെ ഈ ഡ്രൈവർ ഈ വലത്തുവശത്തെ ഗേറ്റിൽ കൂടെ ആ വീട്ടിലോട്ട് നോക്കുമ്പോൾ ആ വീട്ടിലെ അച്ചായനും അമ്മയും ഉണ്ട്. ഈ അച്ചായൻ്റെ ധാരണ എന്താണെന്നറിയാമോ? ഈ നോട്ടത്തിൽ അച്ചായൻ ധരിച്ചിരിക്കുന്നത്, അച്ചായൻ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, പെൻഷനുമൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം ധരിച്ചിരിക്കുന്നത്, ഇയാൾ നോക്കുന്നത്, കണ്ടോടാ നിനക്ക് വണ്ടിയുണ്ടോ, എനിക്ക് വണ്ടിയുണ്ട് എന്ന് പറയാൻ വേണ്ടി എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. നിനക്ക് വണ്ടിയുണ്ടോ, എനിക്ക് കാറുണ്ട്, നിനക്ക് കാറുണ്ടോ എന്നാണ് ഈ ഡ്രൈവർമാരൊക്കെ, വണ്ടി ഓടിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് നോക്കി എന്നോട് ചോദിക്കുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന് പിരിവിനായിട്ട് അവിടെ പോയി. ചെന്നപ്പോൾ പുതിയൊരു കാറ്, പഴയ എരുത്തിലിൻ്റെ ഒരു മുറി ഉണ്ടായിരുന്നതിൻ്റെ ഭിത്തിയൊക്കെ ഇളക്കി മാറ്റിയിട്ട് മൂടി പുതച്ച് അതിനകത്ത് കയറ്റിയിട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ആവശ്യമുണ്ടായിട്ട് മേടിച്ചതല്ല. ഇതിലെ പോകുന്നവനൊക്കെ നോക്കുന്നതിന് അർത്ഥമുണ്ട്. എന്താണ്? നിനക്ക് വണ്ടിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വലിയൊരു അബദ്ധം പറ്റി കിടക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, മകൻ അമേരിക്കയിലാണ് കുടുംബമായിട്ട്, മകള് വിദേശത്ത് മറ്റൊരു സ്ഥലത്താണ്. ഒരു വാഹനം മേടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞു, ഞാൻ സഹായിക്കത്തില്ല, അച്ഛൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ മകള് പറഞ്ഞു, അതിൻ്റെ മാസാമാസം അടയ്ക്കേണ്ട തുക ഞാൻ തന്നോളാം, പപ്പ ഒരു വണ്ടി മേടിച്ചോളാം പറഞ്ഞു. അങ്ങനെ മേടിച്ചതാണ്. ഇപ്പം 5 മാസത്തെ പൈസ അവൾ തന്നു, പിന്നെ തന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഇൻസ്റ്റാൾമെന്റ് പിന്നീട് അടച്ചിട്ടുമില്ല. അതുകൊണ്ട് ഒരു നയാ പൈസ കയ്യിലെടുക്കാൻ ഇല്ലാതിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാഹനം മേടിച്ചെന്തിനാന്ന് മനസ്സിലായോ? ആവശ്യമുണ്ടായിട്ട് മേടിച്ചതാണോ? അല്ല. ആരെങ്കിലും തന്നെ നോക്കുമ്പോൾ അദ്ദേഹം തന്നെ ഒരാൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ഈ കയറ്റം കയറുമ്പോൾ ഡെഡ് സ്ലോയിൽ പോകുന്ന വണ്ടി സ്വാഭാവികമായിട്ട് ഡ്രൈവർ സൈഡിലോട്ട് നോക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു, എന്താണ്? അവൻ എന്നെ നിന്ദിക്കുകയാണ്. അവൻ എന്നെ നിന്ദിക്കുകയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് മാർഗം? അവന് ഞാനൊരു മറുപടി കൊടുക്കും. ആ മറുപടി എന്താണ്? ഞാനൊരു കാർ വാങ്ങും. ഇനി അവൻ എന്നെ നോക്കി നിന്ദിക്കാനിടയാകാതെ ഞാൻ അതിന് മറുപടി കൊടുക്കും, ഞാനൊരു കാർ വാങ്ങും. പിന്നെ ഞാൻ ഗതികേട്ടിലാവും. അത് പിന്നീട് വരുന്ന അനുഭവമാണ്, ചിന്തയല്ല. ഇപ്പൊ സാറായി ഒരു തീരുമാനമെടുക്കുന്നു, അബ്രഹാമിനോട് പറയുന്നു. ഒടുവിൽ ഹാഗാർ നോക്കുന്നൊക്കെ തന്നെ നിന്ദിക്കുന്നതായിട്ട് തോന്നുന്നു. അബ്രഹാമിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇതാ ഞാനിപ്പോൾ അവളുടെ കണ്ണിൽ നിന്ദിതയാണ്, എനിക്ക് കഴിയാതിരിക്കുന്നത് അവൾക്ക് കഴിഞ്ഞിരിക്കുന്നതായിട്ട് അവൾ ബോധ്യപ്പെടുന്നു. അവളുടെ നോട്ടം പോലും എന്നെ അപഹസിക്കുന്നതാണ്. അതുകൊണ്ട് നീയാണ് കാരണക്കാരൻ, നീന് തീരുമാനമുണ്ടാക്കണം. അബ്രഹാം ആകെ വിഷമിച്ചു. പക്ഷെ സാറ തൻ്റെ പരിപാടികൾ ആരംഭിച്ചു. അതിക്രൂരമായി ഹാഗാറിനോട് ഇടപെടുകയാണ്. അങ്ങനെ യജമാനത്തിയുടെ പീഡ സഹിക്കാനാവാതെ ഹാഗാർ അവിടെ നിന്ന്, ഗർഭവതിയായ ഹാഗാർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി മരുഭൂമിയിൽ എത്തിയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, അല്ല ഹാഗാറെ, വെറുതെ ഹാഗാർ എന്നല്ല വിളിച്ചേ, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, നീ എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനത്തിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോരുകയാണ് എന്ന് പറയുകയാണ്. ദൈവം പറഞ്ഞു, സാധ്യമല്ല, നീ മടങ്ങിപ്പോകണം. നീ നിന്റെ യജമാനത്തിന്റെ അടുക്കലേക്ക് തന്നെ മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് ഹാഗാർ മടങ്ങിപ്പോകുമ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട്.
എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു എന്ന് പറഞ്ഞ് ദൈവമേ ഞാൻ നിന്നെ കാണുന്നുവെന്ന് യഹോവയ്ക്ക് ഒരു പുതിയ പേര് കൊടുക്കുകയാണ്. ഹാഗാർ യഹോവയ്ക്ക് ഒരു പേരിട്ടു. എന്നെ കാണുന്നവനെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവമേ നീ എന്നെ കാണുന്നുവെന്ന് യഹോവയ്ക്ക് ഹാഗാർ ഒരു പുതിയ പേരിടുകയാണ്. പക്ഷേ ഞാൻ എവിടെയായിരുന്നാലും എന്നെ കാണുന്നവൻ എന്നോട്ടൊരു കാര്യം പറഞ്ഞാൽ ആ ബോധ്യമുള്ള ഹാഗാർ അവൾ തീരുമാനിച്ചു മടങ്ങിപ്പോകാനായിട്ട്. എവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ബോധ്യം? ദൈവമേ നീ എന്നെ കാണുന്നുവെന്ന് ഈ ജീവിതയാത്രയിൽ നമുക്ക് എവിടെയെങ്കിലും ബോധ്യത്തോടു കൂടെ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഹാഗാർ മടങ്ങിപ്പോയി. അങ്ങനെ ഉള്ള തട്ടുമുട്ടുമൊക്കെ ഏറ്റ് അവിടെ കഴിഞ്ഞു. സമയമായപ്പോൾ ഹാഗാർ ഇസ്മായിലിന് ജന്മം കൊടുത്തു. ഹാഗാർ ഇസ്മായിലിന് ജന്മം കൊടുക്കുമ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. അങ്ങനെ ഇസ്മായിൽ സന്തോഷമായിട്ട് ആ ഭവനത്തിൽ വളരുകയാണ്. 13 വർഷങ്ങൾ കഴിയുമ്പോൾ അബ്രഹാമിന് 99 വയസ്സാകുമ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ പഴയ ഒരു വാക്ക് കിടപ്പുണ്ട്, ഞാനത് അങ്ങോട്ട് പ്രായോഗികമാക്കാൻ പോവുകയാണ്. എൻ്റെ വാഗ്ദത്തം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുവാൻ പോകുകയാണ്. ഉടനെ അബ്രഹാം പറഞ്ഞു, സാധ്യതകൾ നിലച്ചിരിക്കുന്നു. എനിക്ക് 100 വയസ്സാകുന്നു, എൻ്റെ ഭാര്യയ്ക്ക് 90 വയസ്സാകുന്നു. ഒറ്റ കാര്യം ചെയ്തു തന്നാൽ മതി, ഇപ്പോൾ എന്നിൽ ജനിച്ച ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മാത്രം മതി. വാസ്തവത്തിൽ അബ്രഹാമിന്റെ നൊബിലിറ്റി എന്താണെന്നുള്ളത് നാം നോക്കിക്കാണുക. ആദ്യം അബ്രഹാമിനോട് ദൈവം ഇത് പറയുമ്പോൾ അബ്രഹാം പറഞ്ഞത് എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എലിയാസാർ ജീവിച്ചിരുന്നാൽ മതി എന്നാണ്. ഇവിടെ പറയുകയാണ് ഇസ്മായിൽ എനിക്ക് എക്കാലവും ജീവിച്ചിരുന്നാൽ മതി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ അങ്ങനെയല്ല, വാഗ്ദത്തം അനുസരിച്ച് നിന്റെ ഭാര്യയിൽ ജനിക്കുന്നവൻ നിന്റെ അവകാശിയാകും. 1 വർഷം കഴിയുമ്പോൾ സാറ ഒരു മകനെ പ്രസവിച്ചു, ഇസഹാക്കിനെ പ്രസവിച്ചു. അബ്രഹാമിന് വയസ്സെത്രയാണ്? 100 വയസ്സ്. ഇസ്മായിലിന് എപ്പോഴെപ്പോഴാണ് എത്രയാണ് പ്രായം? 14 വയസ്സ് പ്രായമാണ് ഇസ്മായിൽ. 2 വർഷം കൂടെ കഴിയുമ്പോൾ, മുലകുടി മാറിയ നാളിൽ നിന്ന് മാത്രമേ പറയുന്നുള്ളൂ, എല്ലാവരെയും വിളിച്ച് അബ്രഹാം വലിയൊരു വിരുന്ന് കഴിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾ മുലകുടിക്കുന്ന 2 വയസ്സ് എന്ന് കണക്കാക്കി ഞാൻ പറയുകയാണ്. അബ്രഹാം 2 വയസ്സായപ്പോൾ, ഇസഹാക്കിന് 2 വയസ്സായപ്പോൾ, അബ്രഹാമിന് 102 വയസ്സായപ്പോൾ, ഇസ്മായിൽ 16 വയസ്സായപ്പോൾ മുലകുടി മാറിയ ഇസഹാക്കിന്റെ നാമത്തിൽ വലിയൊരു വിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ വിരുന്ന് കഴിഞ്ഞ് കാര്യങ്ങൾ ഇസ്റ്റാബ്ലിഷ്ഡ് ആകുകയാണ്. ചേട്ടൻ അനിയനെ ഏറ്റെടുക്കുന്നു, കഞ്ഞിയും കറിയൊക്കെ കളിക്കാനായിട്ട് തുടങ്ങുന്നു. ഇസ്ഹാക്ക് സ്വന്തം കാലിൽ ജ്യേഷ്ഠന്റെ കൂടെ പുറകെ നടന്ന് അച്ചാച്ച വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇടപെടാൻ ഒരുങ്ങുന്നു. ആ സമയത്ത് സാറ ജനലിൽ കൂടെ നോക്കി, ഈ പോക്ക് ശരിയല്ല എന്ന് അവൾ തീരുമാനിച്ചു. ഇവരിത്ര സ്നേഹബന്ധിതരായി പോയി കഴിഞ്ഞാൽ എൻ്റെ മകനോടുകൂടെ ഇവനുമാരാകും, ഈ വീട്ടിൽ അവകാശിയാകും. അതുകൊണ്ട് സാറ തീരുമാനിച്ചു, അങ്ങനെ ഇവൻ ഇവിടെ വളരേണ്ട ആളല്ല. അബ്രഹാമിനോട് പറഞ്ഞു, ഇവന്റെ അമ്മ എന്നെ നിന്ദിക്കുന്നവളായിരുന്നു, ഇവനിപ്പോഴാരാണ്? ഇവൻ എൻ്റെ കുഞ്ഞിനെ പരിഹസിക്കുന്നവനായി മാറുകയാണ്. നിന്ദിക്കുന്നവന്റെ മകൻ പരിഹാസിയായി മാറുകയാണ്. അതുകൊണ്ട് ദാസിയെയും മകനെയും പുറത്താക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ലല്ലോ ഇത്. ജ്യേഷ്ഠനും അന്യനും കൂടെ വളരെ സ്നേഹവായ്പോടുകൂടെ ജ്യേഷ്ഠൻ അന്യനെ കൈക്ക് പിടിച്ച് എല്ലാ കാര്യങ്ങളും ഇടപെടുത്തി കൊണ്ടുപോകുമ്പോഴാണ് സാറ പറയുന്നത്, ഇനിയും സഹിച്ചു മുമ്പോട്ട് പോകാൻ നിവർത്തിയില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദാസിയെയും മകനെയും പുറത്താക്കണമെന്ന്. 2 വർഷം കൂടെ കഴിഞ്ഞു ധരിച്ചോളൂ. അബ്രഹാം മാറെ സങ്കടപ്പെട്ടു. ദൈവത്തോട് ചോദിക്കുകയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്?
അപ്പൊ ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യ എന്ത് പറയുന്നുവോ നീ അതുപോലെ ചെയ്തു. പൊല്ലാപ്പൊന്നും വേണ്ട, സ്വന്തമായിട്ട് ജീവിക്കണമല്ലോ. അതുകൊണ്ട് നിന്റെ ഭാര്യ എന്നാ പറയുന്നു നീ അതുപോലെ കേട്ടെ. അങ്ങനെ അബ്രഹാം അപ്പമുണ്ടാക്കി തുരുത്തിൽ വെള്ളമൊക്കെ എടുത്ത് ഹാഗറിനെയും ഇസ്മായിലിനെയും ഏറെ സങ്കടത്തോടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ 25-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ യാത്രയായി ബർശേബ മരുഭൂമിയിൽ ചെന്നു. കുറേ കറങ്ങി നടന്നു. അവിടെ വെച്ച് അപ്പവും തീർന്നു, വെള്ളവും തീർന്നു. ഇനിയും നാം കാണുന്നൊരു കാര്യം, അപ്പവും വെള്ളവും തീർന്നു കഴിഞ്ഞപ്പോ 21-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിൽ ഇട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? എന്റെ ബാലന്റെ മരണം എനിക്ക് കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരമ്പിൻ പാട് അകലെ മാറിയിരുന്ന് ഉറക്കെ കരഞ്ഞു. പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുക്കനെ അമ്മ എന്ത് ചെയ്തു? കുറ്റിക്കാട്ടിൽ ഇട്ടു. മനസ്സിലായില്ലേ? ഇതുവരെ നിങ്ങളുടെ ധാരണ ഈ കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്നായിരുന്നു? ഈ കുറ്റിക്കാട്ടിൽ ചെറുക്കനെ കൊണ്ടിടുമ്പോ എത്ര വയസ്സുണ്ടെന്നാ നിങ്ങളുടെ ധാരണ? ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വോട്ട് ചെയ്യാൻ പ്രായമായ ചെറുക്കൻ. അവൻ കയ്യും കാലും ഇട്ട് അടിക്കുകയാണ്. എന്താ കാര്യം? ആരെങ്കിലും എനിക്ക് വെള്ളം ഒപ്പം തന്നില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു. അമ്മ അപ്രവേശത്ത് നിന്നുകൊണ്ട് ഉറക്കെ കരയുകയാണ്. എന്താണ്? എനിക്ക് എന്റെ ചെറുക്കന്റെ മരണം കാണാൻ വഴിയില്ല എന്ന് പറഞ്ഞ് ഉറക്കെ കരയുക. ഇവൻ തലപൊക്കി നോക്കുന്നേ ഇല്ല, ഒരേ കിടപ്പ് കിടക്കുകയാണ്. ആകെ അനങ്ങുന്ന കൈയും കാലും മാത്രമേ ഉള്ളൂ. ആരെങ്കിലും എനിക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട്. പൗലോസ്ലീഹ പറയുകയാണ്, ദാസിയുടെ മകൻ ജഡപ്രകാരം ജനിച്ചവനാണ്, അവൻ ഇതിൽ കൂടുതൽ ഒരിക്കലും സാധ്യമല്ല. അതാണ് സത്യം. ഈ ജീവിതത്തിൽ നമുക്കൊക്കെ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നാം ഏറ്റെടുക്കുന്ന പ്രതിസന്ധിയാണിത്. ആത്മാവിൽ ക്രിസ്തുവിൽ ജനിച്ച് വളരുന്നവരാണെന്നുള്ള സുബോധത്തോടുകൂടെ ആത്മീയ വളർച്ച കരഗതമാകുന്നില്ല എങ്കിൽ ജഡാഭിലാഷത്തിൽ എന്നും ഒരേ കിടപ്പ് തന്നെ കിടക്കും. പരിഭവങ്ങളെല്ലാം മറ്റുള്ളവരോടാകും ഈ ജീവിതത്തിൽ. നീരുറവ സമീപസ്ഥമായില്ല എങ്കിൽ അകലെയുള്ളിടത്ത് പോയി നീരുറവ കണ്ടെത്തി അമ്മ മരിക്കാതിരിപ്പാൻ വെള്ളം കൊണ്ട് കൊടുക്കേണ്ട പ്രായത്തിലെത്തിയൊരു ചെറുക്കൻ കുറ്റിക്കാട്ടിൽ കിടന്ന് കയ്യും കാലും ഇട്ടടിക്കുകയാണ്. ആരെങ്കിലും എനിക്ക് വെള്ളം തന്നില്ല എങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു. ഈ മൃതാവസ്ഥ ഈ ജീവിതത്തിൽ നമ്മയൊക്കെ ധാരാളം സന്ദർഭങ്ങളിൽ പരിമിതമാക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. ഞാൻ എൻ്റെ ദൈവത്തിന് എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ഒരായുസ് മുഴുവൻ താഴെ വെക്കാതെ കൊണ്ടു നടക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും പരിഹാരവാൻ മാത്രമാണ്, എനിക്ക് പ്രത്യേകിച്ച് റോളുമില്ല എന്ന് ധരിച്ച് ഒരേ കിടപ്പ് കിടക്കുന്ന നിർജീവാവസ്ഥയിൽ നീ ആകുമെന്നുള്ള സത്യം ഈ ജീവിതത്തിൽ നീ തിരിച്ചറിയണം. നമ്മുടെ ഈ കറികളിൽ സ്ത്രീകളോടാ ചോദ്യം. കറിക്കൂട്ടിൽ ഏറ്റവും കൂടുതൽ കഷ്ണങ്ങൾ വേണ്ട കറി ഏതാ? അവിയല. ഈ അവിയലിന് എങ്ങനെ അരിയുന്നേ? 2 വിധത്തിൽ അരിയാം. മെഷീൻ ഉപയോഗിച്ചും കത്തി ഉപയോഗിച്ചും അരിയുന്ന അരിയല്ല. ചിലരരിയുന്നത് ഈ അവിയലിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു മുറത്തിലെടുത്തിട്ട് അത് ക്ലീൻ ചെയ്തതിൻ്റെ വേസ്റ്റ് അടുത്തൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ടിടും. എന്നിട്ട് ഇതിൻ്റെ വേവ് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇപ്പൊ പിന്നെ കുക്കറിലായതുകൊണ്ട് പായസമായിട്ട് ഒറ്റയടിക്ക് കിട്ടും, അത് കുഴപ്പമില്ല. പണ്ടൊക്കെ അമ്മമാർ ചെയ്തിരുന്ന വേവ് അനുസരിച്ച് ഓരോന്ന് അതൊരു 3/4 വേവാകുമ്പോൾ അടുത്തിടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല.
ഇത് അടുപ്പിലോട്ട് വെച്ചിട്ട് ഈ വേസ്റ്റ് കൊണ്ട് അത് കളയേണ്ട സ്ഥാനത്ത് കളയാം. വേറെ ചിലരുണ്ട്, അവരെന്ത് ചെയ്യാന്നറിയാമോ? ഈ സവോള കിടക്കുന്നിടത്ത് പോയി അത് പൊളിച്ചിട്ട് തൊലി അവിടെ ഇടും, സവോള ഇങ്ങെടുത്തോണ്ട് പോരും. കിഴങ്ങ് കിടക്കുന്നിടത്ത് പോയി ആ ചിരണ്ടി തൊലി അവിടെ ഇടും, കിഴങ്ങ് എടുത്തോണ്ടിങ്ങ് പോരും. എന്തെല്ലാം ഐറ്റം വേണോ അതാതിരിക്കുന്നിടത്ത് പോയി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യും? സാധനം എടുത്തോണ്ടിങ്ങ് പോരും. ഇതെല്ലാം കൂടെ കഴുകി അടുപ്പേ വെച്ച് കഴിയുമ്പോൾ ഈ അടുക്കള ഒരു ചെറിയ കുട്ടിവനമായിട്ട് കിടക്കുകയാണ്. അപ്പൊ തലയിൽ കൈവച്ചുകൊണ്ട് പറയും, വന്നത് തൊട്ട് ഈ ഭാരം ഞാൻ ചുമക്കുക, വന്ന അന്ന് തൊട്ട് ഈ ഭാരം ഞാൻ ചുമക്കുക. ഈ വീട്ടിലെ പണി എത്ര ചെയ്താലും തീരില്ല, എത്ര ചെയ്താലും തീരില്ല. ആരുടെ കുഴപ്പം കൊണ്ടാ? അവിടെ കൊണ്ട് തീരുന്നില്ല. കുക്കറിൽ ഇത് അടുപ്പേ വെച്ചു. ഇപ്പുറത്തെ അടുപ്പേൽ ഒരു കലത്തിൽ ഇച്ചിരി പാല് വെച്ചായിരുന്നു. കുക്കറിലല്ല വെച്ചേക്കുന്നത്, മിൽക്ക് കുക്കറിലല്ല വെച്ചേ, കലത്തിലാണ് വെച്ചേ. അപ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രാക്കോടെ എന്നും ഇതാ പണി. ഇവനൊക്കെ ഇപ്പോഴാന്ന് വരാൻ നേരം. ഇതതുപോലെ അവിടെ വെച്ചിട്ട് പോയി കോളിംഗ് ബെല്ല് അടിച്ചിട്ട് പോയി കഥ തുറന്നപ്പോഴാണ് സ്വന്തം ആങ്ങളെയാ വന്നിരിക്കുന്നത്. അവനെ വിളിച്ച് വളരെ ആദരവോടെ കയറ്റി സംസാരിച്ചു തുടങ്ങി. ഇടയ്ക്ക് ചോദിച്ചിട്ട് വെള്ളം വേണ്ടായോ? അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാ വന്നു, ഇപ്പോൾ വേണ്ട. അപ്പോൾ പിന്നെ ഇനി അടുക്കളയിലോട്ട് തിരിച്ചു പോകേണ്ട കാര്യമില്ല, ഇത് ഫുൾ സിങ് വെച്ചിരിക്കുക. ഒരു 1.5 മണിക്കൂർ അവിടെ നിന്ന് സംസാരിച്ചു. തിരിച്ചു വന്നപ്പോൾ പാലിൻ്റെ കലത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ, മറ്റേതും ഏതാണ്ട് റെഡി ആയിട്ടിരിക്കുക. ഇനി എടുത്ത് കഴിച്ചാൽ മാത്രം മതി. അന്നേരം തലേ കൈവച്ചിട്ട് പറഞ്ഞു, ഈ നശിച്ച വീട്ടിലെന്നും എന്തുകൊണ്ട് സംഭവിക്കുന്നതാ? രാഹു നോക്കാതെ വീട് കുദാശ ചെയ്തുകൊണ്ടാണോ? വാസ്തു നോക്കാതെ വീട് വെച്ചത് കൊണ്ടാണോ? രാവിലെ വലത്തോട്ട് എഴുന്നേക്കാതിരുന്നുകൊണ്ടാണോ? എന്തുകൊണ്ട് സംഭവിച്ചതാ? ജീവിതം നിർജീവാവസ്ഥയിൽ മാത്രം, ജഡസ്വഭാവത്തിനനുസരിച്ച് മാത്രമേ ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവന് ഇതിൽ കൂടുതൽ അനുഭവിക്കാൻ സാധ്യതയില്ല. ഇതാണ് കാരണം. ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ആരെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളുടെ കാര്യം മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കാര്യമുണ്ട് ഇതുപോലെ പലതും. ഞാൻ പെട്ടെന്ന് മനസ്സിലാകുന്നൊരു കാര്യം പറഞ്ഞു എന്നുള്ളത്. നാം ആരെയാണ് ഈ കുറ്റപ്പെടുന്നത്? ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യാനും പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കാൻ നമുക്കറിയാതെ എല്ലാ കുഴിയിലും നാം വീട് കൊടുക്കുന്നതിന്റെ അടിസ്ഥാന രൂപം അവരിൽ ആരോപിച്ചിട്ട് എന്ത് പ്രയോജനമാണ് ഈ ജീവിതത്തിലുള്ളത്? അല്പം മാറ്റത്തിന് നാം തയ്യാറായാൽ ഈ നേരെ ചൊവ്വേ വെക്കുന്ന ആളുടെ വീട്ടിൽ ആങ്ങളെ വരും കേട്ടോ. അവിടെ ഈ കുക്കറിൽ ഇതുണ്ടാകും, മിൽക്ക് കുക്കറിൽ പാലുണ്ടാകും, അല്ല വെള്ളത്തിൽ പാലുണ്ടാകും. പക്ഷെ കോളിംഗ് ബെൽ അടിക്കുമ്പോഴേ ഈ നോബ് ഒന്ന് ലോ ആക്കി വെക്കും, വെച്ചിട്ട് അവിടെ ചെല്ലും. സംസാരിക്കുന്ന കൂട്ടത്തിൽ എല്ലാം പക്വതയോടെ ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വന്ന് നോക്കും ഈ സാധനം ഇവിടെ ഉണ്ടോ എന്നറിയാനായിട്ട്. വലിയ പ്രതിസന്ധി ഇല്ലാതെ പാകം ചെയ്ത് കിട്ടും. ജഡാഭിലാഷത്തിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല. മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ജീവിതത്തിന്റെ പ്രതിസന്ധി വരുമ്പോൾ വാസ്തു നോക്കാതെ വീട് വെച്ചുകൊണ്ടാണ് എന്ന് പരിഭവം വീട്ടിൽ. അങ്ങനെ എനിക്ക് പല വീടുകളെ അറിയാം. എൻ്റെ അച്ഛാ, ഞാൻ പറഞ്ഞതായിരുന്നു വാസ്തു നോക്കിയിട്ട് വെക്കണമെന്ന്. ഞാൻ ജീവിതത്തിൽ ഇതൊന്നും നോക്കിയിട്ടുള്ള ആളല്ല. നിങ്ങൾക്കുള്ള അത്തരം കുഴപ്പങ്ങളൊക്കെ എനിക്കേ ഉള്ളൂ. ചിലർ രാവിലെ കാർ എടുക്കണേ മുമ്പോട്ട് എടുത്തിട്ടേ പുറമോട്ട് എടുക്കുകയുള്ളൂ. ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ പുറമോട്ട് എടുത്തിട്ടുള്ളൂ. ബൈക്ക് മാത്രമേ ഉള്ളൂ സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നത് മുമ്പോട്ട്. സാറിന് സൈഡ് സ്റ്റാൻഡില്ല, അതുകൊണ്ട് അതും പുറമോട്ട് എടുത്താൽ മതി. ഇന്നലത്തെ ദിവസത്തിന്റെ ലാസ്റ്റ് നിമിഷത്തിന്റെ ജസ്റ്റ് കണ്ടിന്യൂവേഷനാണ് ഈ ദിവസം. ഇന്നത്തെ വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇത് മനുഷ്യന്റെ ഒരു ഷെഡ്യൂളിന് വേണ്ടി ദിവസം തിരിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ സമയം എന്ന് പറയുന്നത് ജസ്റ്റ് ഫ്ലോ ഓഫ് വാട്ടർ, ജസ്റ്റ് ലൈക്ക് ഫ്ലോ ഓഫ് വാട്ടർ. അതല്ലാതെ ഈ സമയം കാലമൊക്കെ നോക്കി നമ്മൾ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ നിർജീവാവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. അവിടെ ജീവിതത്തിൽ എന്ത് ചെറിയ ചെറിയ വേദനകൾ വന്നാലും അതേ കയറി പിടിക്കും. അതുകൊണ്ടാണെന്ന് പറയും. മൃതാവസ്ഥയിലാണ്. അടിസ്ഥാനപരമായ കാര്യം അതാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഹാഗാറിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. നീ എന്നെ എത്ര ഉറക്കെ കരയുന്ന എന്നാന്ന് ചോദിച്ചു. പറഞ്ഞു, തന്റെ ബാലൻ മരിക്കാൻ കിടക്കുക. അവൻ മരിക്കാൻ കിടക്കുകയാണ്, വെള്ളമില്ല. ഹാഗറിനോട് ദൈവം പറഞ്ഞു, തലപൊക്കി നോക്ക്,
സുബോധമാക്, തലപൊക്കി നോക്ക്. തലപൊക്കി നോക്കിയപ്പോ ചെറുക്കം കിടക്കുന്ന തൊട്ട് തലക്കൽ നീറുറവയുണ്ട്. അവന് കയ്യെത്തി പിടിക്കുന്ന അവിടുത്തെ നീറുറവയുണ്ട്. അത് അന്നേരം ദൈവം സ്ഥാപിച്ചാന്നും പറയുന്നില്ല. പക്ഷെ ഇവന് ഇതേ കിടപ്പ് കിടക്കുന്നതുകൊണ്ട് അവന്റെ ദാഹം മാറുന്നില്ല. കരച്ചിലിന്റെ ശബ്ദം ഏങ്ങലായി മാറുന്നു മാത്രമേ ഉള്ളൂ. ഹാഗറിനോട് ദൈവം പറഞ്ഞു, അവൻ ആവശ്യത്തിന് വെള്ളം എടുത്ത് കൊടുക്കുക, ഞാൻ അവനെ വലിയ ജാതിയാക്കും, ഞാൻ അവനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ജഡത്തിൽ നിന്ന് ജനിച്ച ഈ പയ്യൻ ജഡത്തിന്റെ എല്ലാ സ്വഭാവത്തോടും ഈ ചരിത്രത്തിൽ പറയുന്നവരെ ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ദൈവം അവനെ വലിയ ജാതിയാക്കി എന്നുള്ള വാഗ്ദത്തം തീർച്ചയായിട്ടും അവനിൽ നിറവേറി കാണും. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഞാൻ ഇസ്ഹാക്കിലേക്ക് വരുന്നു. ഇസ്മായിൽ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഏതാനും നാൾ കഴിയുമ്പോൾ, എൻ്റെ അഭിപ്രായത്തിൽ 10 വയസ്സിൽ താഴെ മാത്രം ഇസ്ഹാക്കിന് പ്രായമുള്ളപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ മകനെ മോറിയ ദേശത്ത് കൊണ്ട് ബലിയർപ്പിക്കണം. മറുപടി ഒന്നും പറഞ്ഞില്ല. സാറയോട് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു നേർച്ചയുണ്ട്, കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സാഹചര്യങ്ങളൊക്കെ ഉറപ്പാക്കി 2 ബാല്യക്കാരെ വിളിച്ചു, കഴുതയ്ക്ക് കോപ്പിട്ടു, വിറക് കീറിക്കെട്ടി അതിന് മുകളിൽ വെച്ച് യാത്രയായി. 3 ദിവസത്തെ വഴി ദൂരം ചെല്ലുമ്പോൾ മോറിയ ദേശം അവിടെ നിന്ന് കണ്ടു. ബാല്യക്കാരോട് പറഞ്ഞു, ഞാനും മകനും പോയി ദൈവത്തിന് ബലിയർപ്പിച്ചിട്ട് വരാൻ, നിങ്ങളുടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് യാത്ര ആരംഭിക്കുകയാണ്. 22-ാമത്തെ അധ്യായത്തിന്റെ 7-ാം വാക്യം വരുമ്പോൾ ഈ മകൻ അപ്പനോട് ചോദിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇസ്ഹാക്കിന് 10 വയസ്സപ്പോഴുണ്ടെങ്കിൽ അബ്രഹാമിന് 110 വയസ്സാണ്. ഈ പഴയ നിയമ കാലഘട്ടത്തിൽ ഈ വയസ്സ് ഒരു വർഷത്തിന് 365 ദിവസം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും പറഞ്ഞു. ഞാൻ 1-2 പഴയ നിയമ അധ്യാപകരോടൊക്കെ ചോദിച്ചു. അത് കാലത്തിന് വ്യത്യാസമുണ്ടെന്ന് പറയാൻ നിവർത്തിയില്ല എന്ന് തന്നെയാണ് അവരെന്നോട് പറഞ്ഞത്. ഇപ്പൊ ഇസ്ഹാക്കിന് 10 വയസ്സുള്ളപ്പോഴാണെങ്കിൽ അബ്രഹാമിന് 110 വയസ്സായി. കീറിക്കെട്ടിയ വിറക് ഇനിയും അബ്രഹാമിന് തോളിലെടുക്ക പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരുടെ മേൽ വെച്ചു? ഇസ്ഹാക്കിന്റെ മേൽ വെച്ച് ഈ അപ്പന്റെ കൂടെ അനുസരണമുള്ള ഒരു മകൻ നടന്ന് മല കയറാൻ ഒരുങ്ങുമ്പോൾ ആ യാത്രയിൽ ഹൃദയസ്പർശിയായ ഒരു ചോദ്യം ഇസ്ഹാക്ക് അപ്പനോട് ചോദിക്കുകയാണ്. അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഈ പിതാവിനോടാണ് മകൻ ചോദിക്കുന്നത്. അപ്പൊ വിറകുണ്ട്, തീയുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാം പറഞ്ഞു, മകനെ ദൈവം അത് കരുതിക്കൊള്ളും എന്ന് പറയുകയാണ്. പിന്നീട് യാത്രയിൽ പല കാര്യങ്ങളും ഈ മകനും അപ്പനും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഈ ബാലൻ ചോദിച്ചതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ എന്നെ അത്ഭുതപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറയുമ്പോൾ എൻ്റെ അപ്പന്റെ ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു മകനെ ഇവിടെ കാണുകയാണ്. എൻ്റെ അപ്പൻ പറഞ്ഞു ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ പറഞ്ഞതിൽ നിന്ന് അണുവിടെ വ്യത്യാസമില്ല എന്ന് ഉറപ്പാക്കുന്ന ഒരു മകനെ, 10 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു മകനെ നാം കാണുകയാണ്. സഭയുടെ വിശ്വാസത്തിൽ പിതാക്കന്മാരുടെ ദൈവം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. പിതാക്കന്മാരുടെ ദൈവത്തെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഏതൊരു മകന്റെയും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായിരിക്കണം. നമുക്കറിയാമല്ലോ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ ചെയ്യുന്ന കർമ്മം തൊട്ടടുത്തുള്ള രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് വസ്തുവകൾ അവന്റെ പേരിൽ എഴുതി വെക്കുകയല്ല ചെയ്യുന്നത്. പിന്നെന്താണ്? ഞാൻ ജനിപ്പിച്ചവൻ എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ ദൈവത്തെ മനസ്സിലാക്കി എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ ദൈവത്തോടു കൂടെയും ദൈവം എന്നോട് കൂടെയും ആയിരുന്നതിനെ അനന്തര തലമുറയ്ക്ക് കൈമാറുന്നവനായി മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ അവനെ ദൈവാലയത്തിൽ മാമോദിസായിലൂടെ ക്രിസ്തു ശരീരത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ 10 വയസ്സിൽ താഴെ പ്രായമുള്ള ബാലൻ
ഒരു പ്രാവശ്യം മാത്രം അപ്പൻ പറഞ്ഞു, ദൈവം നോക്കിക്കൊള്ളുവെന്ന്. ഈ ചെറിയ പ്രായത്തിൽ അപ്പനിലൂടെ താൻ മനസ്സിലാക്കിയ ഒരു ദൈവത്തെ സംശയരഹിതമായി പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു മകനെ കാണുകയാണ്. കന്യാമറിയാം 13-ാമത്തെ വയസ്സിൽ ആണ് അവൾക്ക് വചനിപ്പ് ലഭിക്കുന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുമെന്നൊരു ചോദ്യം അവൾ മാലാഖയോട് ചോദിക്കുന്നു. യൗസേപ്പിന് ലഭിക്കുന്ന ദർശനത്തിലും ഇത് പരിശുദ്ധാത്മാ മുഖാന്തരമാണെന്ന് മാലാഖ അവനോട് പറയുന്നുണ്ട്. നമുക്കറിയാം ആ കാലത്ത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ മാലാഖ മറിയമിനോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും, അതുകൊണ്ട് നിന്നിൽ ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നുവെന്നാണ്. ഈ പരിശുദ്ധാത്മാവെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ കന്യകയ്ക്ക് ഒറ്റ വാക്കുകൊണ്ട് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു? നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് തെളിമയോടെ ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടില്ലാത്തൊരു കാലം പഴയ നിയമത്തിലുണ്ട്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നുണ്ട്. യൗസേപ്പിന്റെയും കന്യാമറിയാമിന്റെയും ആദ്യ പാഠങ്ങളൊക്കെയും ജീവിതത്തിന്റെ ദൈവിക പാഠങ്ങളൊക്കെ പഴയ നിയമ പശ്ചാത്തലത്താണെന്ന് നമുക്കറിയാം. അവിടെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അത്ര കാര്യമാത്രമായി ബോധ്യപ്പെടാവുന്ന ഒരു സാഹചര്യം ഒന്നില്ല. അത്ര തെളിമയോടെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല ആ യാഥാർത്ഥ്യം. കർത്താവ് സ്നാനമേൽക്കുമ്പോഴാണ്, യോഹന്നാൻ സ്നാനം കൊടുക്കുമ്പോഴാണ് പ്രാവിൻ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നത്. തന്റെ ക്രൂശുമരണത്തിന് വർഷങ്ങൾക്ക് ശേഷമാണ് കർത്താവ് സ്ലീഹന്മാരോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, കാര്യസ്ഥനെ കുറിച്ച് ആധികാരികമായി പറയുന്നത്. താൻ പുനരുത്ഥാനം ചെയ്തതിനു ശേഷമാണ് സ്ലീഹന്മാരുടെ മേൽ ഊതിയിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത്. പെന്തക്കോസ്തിയിലാണ് ശിഷ്യന്മാർ മുഖാന്തരമായിട്ട് സഭയിൽ പരിശുദ്ധാത്മാവ് വരുന്നത്. എന്നാൽ അതിന് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയുമ്പോൾ അത് അതിൻ്റെ അർത്ഥതലത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു കന്യകയെ നാം ഇവിടെ കാണുകയാണ്. ഇത്ര തെളിമയോടെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തൊരു യാഥാർത്ഥ്യത്തെ ഈ ബാലപ്രായത്തിൽ അവൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇസഹാക്കിൽ ഞാൻ കാണുന്നത് തന്നെയാണ്. ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഈ വിറക് ചുമന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ ബാലനെ കാണുകയാണ്. രണ്ടാമത്, എൻ്റെ പിതാവിൻ്റെ ദൈവം, അത് വളരെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ്. രണ്ടാമത്, എൻ്റെ പിതാവിൻ്റെ മാതൃക, ബോധ്യത്തോടെയുള്ളവൻ്റെ യാത്ര. മകനെന്ന നിലയിൽ ആ ബോധ്യത്തോടെ ഞാൻ നിർവഹിക്കേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവ്. ഹൈന്ദവ ചിന്തയിൽ ആരാണ് പുത്രൻ എന്ന് ചോദിച്ചാൽ, ആൺകുട്ടികളില്ലാത്ത പിതാക്കന്മാർക്ക് കിട്ടുന്ന ഒരു നരകമുണ്ട്. ആ നരകത്തിന്റെ പേര് പുത്തെന്നാണ്. PUT എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. ഉച്ചരിക്കുന്നത് പുത്തെന്നാണ്. ഒരു മനുഷ്യൻ ആൺകുട്ടികളില്ല എങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന നരകമാണ്. പക്ഷെ അയാൾക്ക് ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ ആ മകൻ അവനെ പുത്തെന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അവന് പുത്രൻ എന്ന പേര് കിട്ടുന്നത്. പുത്രി വേണമെങ്കിലും ആയിക്കോട്ടെ കേട്ടോ. പണ്ട് പുത്രന്മാരില്ലാത്ത ഒരു ആശങ്കപ്പെടേണ്ട. പുത്രി ആയാലും വീണ്ടെടുക്കാൻ പ്രാപ്തി ഉണ്ടായാൽ മതി. ഇപ്പോഴത്തെ ഒരു ഗതികേട് എന്താന്ന് ചോദിച്ചാൽ പുത്രൻ ഉണ്ടാകുമ്പോഴേ അപ്പം നരകത്തിൽ പോകുന്നുള്ള പലയിടത്തും ആണ് ഇപ്പോഴത്തെ ഒരു ഗതികേട്. പിതാവിനെ പിൻതലമുറയിൽ ത്രാണനം ചെയ്യുകയും അവനെ ഭംഗിയായി അവതരിപ്പിക്കുകയും അനന്തര തലമുറയ്ക്ക് അവനെ കൈമാറുകയും ചെയ്യുന്നവന്റെ പേരാണ് എന്ത് പുത്രൻ എന്ന് പറയുന്നു. നമ്മൾക്ക് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നവരാണല്ലോ. പെരുന്നാൾ ആഘോഷത്തിൽ ഏത് വിശുദ്ധന്റെയോ ശുദ്ധിമതിയുടെയോ പെരുന്നാൾ ആഘോഷിക്കുന്നുവോ അവരുടെ ജീവിതത്തെ വ്യക്തിപരമായും കുടുംബമായും ഇടവകയായും സഭയായും ഈ തലമുറയിൽ സ്വാംശീകരിപ്പാനും പ്രായോഗികമാക്കുവാനും അനന്തര തലമുറയ്ക്ക് പങ്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പെരുന്നാളുകൾ. എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇത് ഉണ്ടോ? എവിടെയെങ്കിലും നടക്കുന്നതായിട്ടറിയാമോ? വിശുദ്ധന്മാരുടെ സഹനത്തെയാണ് നാം ഈ പന്താടുന്ന പോലെ ആടുന്നത്. പെരുന്നാളിന്റെ പേര് പറയും.
കുറെ കാലം മുമ്പ് ഞാൻ വികാരിയായിരുന്ന പള്ളിയിൽ അന്നില്ലാതിരുന്ന ഒരു വിശുദ്ധന്റെ അവിടുത്തെ ഒരു ത്രോണോസ് കുറിയാക്കോസ് സാറിന്റെ നാമത്തിലാണ്. പക്ഷെ അങ്ങനെ ഒരു പെരുന്നാൾ പ്രത്യേകിച്ച് അവിടെ ഇല്ലായിരുന്നു. കുറെ അധികം വർഷങ്ങൾക്ക് ശേഷം ആ പള്ളി ഉൾക്കൊള്ളുന്ന ജംഗ്ഷനിൽ വെച്ച് ഞാൻ അവിടെ വികാരിയായ സമയത്ത് അവധിക്ക് മാത്രം വന്ന് ഞാൻ കണ്ടിട്ടുള്ള നാട്ടിൽ വിദേശത്ത് ജോലിയായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. 50 വയസ്സിന് മേളിലുള്ള ആളാണ്. ഞാൻ കാണുന്ന സമയത്ത് ഞാൻ പാലിക്കര പള്ളി വികാരിയാണ്. അപ്പൊ അതിനോട് പറഞ്ഞു വെച്ചാൽ കുറിയാക്കോസ് സാറുടെ പെരുന്നാൾ ഞങ്ങൾ ഇപ്രാവശ്യം നടത്തി, ശിങ്കാരി മേളത്തിന് 40,000 രൂപ ഞാനാണ് കൊടുത്തെന്ന് പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു റാസ. അതെയായിരുന്നു. ഞാൻ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് തോട്ടഭാഗം ജംഗ്ഷനിൽ വെച്ച് ഞാൻ കണ്ടു കുറിയാക്കോസ് സാർ ഒരു വടിയും പിടിച്ച് തിരുവല്ലായിക്ക് ആദ്യം സ്പീഡിൽ പോകുന്നു. നിങ്ങളുടെ ശിങ്കാരി മേളം സഹിക്കാനാവാഞ്ഞിട്ട് കുറിയാക്കോസ് സഹത ആദ്യം സ്പീഡിൽ പോകുന്നു. ഞാൻ തോട്ടഭാഗത്ത് പാലിക്കര പള്ളിയോട്ട് പോകുമ്പോൾ തോട്ടഭാഗത്ത് വെച്ച് കണ്ടു വളരെ സ്പീഡിൽ കുറിയാക്കോസ് സഹത തിരുവല്ലായിക്ക് പോകും. നമ്മുടെ ഒരു ഗതികേട് ഓർത്ത് നോക്കിക്കേ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അമ്മ മരിച്ചിട്ട് 44 വർഷമായി. 46-ാമത്തെ വയസ്സിൽ മരിച്ചതാണ്. എൻ്റെ അമ്മയുടെ ഓർമ്മ വരുന്ന ദിവസം ഞാൻ എൻ്റെ വികാരിയോട് പറയുക, അച്ഛൻ്റെ അമ്മ മരിച്ച ദിവസമല്ലേ, നമുക്കൊരു സിനിമയൊക്കെ കണ്ടിട്ട് വീട്ടില് ഒരു സിനിമയൊക്കെ ഉണ്ട്. സിനിമ ആണെന്ന് പാപാന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അത് ഈ ദിവസം വേണമെന്നുള്ള ആവശ്യം. വീട്ടിൽ വന്ന അച്ഛൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങ് പോകാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ജന്മം തന്ന എൻ്റെ മാതാപിതാക്കന്മാരോട് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഈ സഭയിൽ നിന്നെ ആത്മീയമായി ജനിപ്പിക്കുകയും ദർശനത്തോട് കൂടെ തലമുറയിൽ സഭയെ വളർത്തുകയും ഈ സഭയ്ക്ക് വേണ്ടി അഹോരാത്രം പോരാടുകയും ചെയ്ത ഒരു വിശുദ്ധന്റെ പെരുന്നാൾ ഈ തലമുറയിൽ നീ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഇത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇത് അന്വേഷിക്കാൻ ഇവിടെ ആൾ വേണ്ടേ? വളരെ വലിയ ഗതികേടാണിത്, വലിയ ഗതികേടാണിത്. വല്ലാത്തൊരു ഗതികേടാണിത്. പിതാക്കന്മാരെ ഈ തലമുറയിൽ നാം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ പള്ളിയിലാണ് ഞാനത് കൂടുതൽ കാണുന്നത്. ദൈവമാതാവിൻ്റെ നാമത്തിലാണ് കല്ലുപ്പാറ പള്ളി. ചില മിടുക്കന്മാർ 1000 രൂപയുടെ 10 രൂപ നോട്ട് ഉണ്ടാക്കിയൊരു മാല കോർത്ത് മാതാവിൻ്റെ കഴുത്തെല്ലാം ഇടുക. പണ്ട് രാഷ്ട്രീയക്കാർക്ക് ഇട്ടുകൊണ്ടിരുന്നത് ഇത്. ഇപ്പൊ അവർക്കും വേണ്ട, അവർക്ക് വലുതൊക്കെ കിട്ടാൻ കൊണ്ട് വരെ. അതുകൊണ്ട് ഈ 10 രൂപയുടെ 20 രൂപയുടെ നോട്ട് മാലയൊന്നും അവർക്ക് വേണ്ട. ഈ മാതാവിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടോ? നിന്റെ ആത്മാഭിമാനം വളർത്താൻ ഇങ്ങനെയാണോ നീ മാതാവിനെ ഈ തലമുറയിൽ സംഗതമാക്കുന്നത്? മാതാവിന്റെ ജീവിതത്തെ ഈ തലമുറയ്ക്ക് വീണ്ടെടുക്കേണ്ട പുത്രൻ നീയാണെന്ന് വരികിൽ ഈ നിലയിലാണോ നീ മാതാവിനെ ഈ തലമുറയ്ക്ക് സംഗതമാക്കുന്നത്? നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഒരുത്തൻ എന്ത് മര്യാദകേട് കാണിച്ചാലും എൻ്റെ പുറകെ ലൈൻ നിൽക്കാൻ ധാരാളം പേർ. ചൊവ്വുള്ളതിന് മാത്രമേ പുറകെ നിൽക്കാൻ ആളില്ലാതെ പോകും. ഒരുത്തൻ നോട്ടുമാല ഇട്ടോ, അവന് 20ന്റെ നോട്ട് 100 കോർത്ത ഇട്ടെങ്കിൽ ഞാൻ 50-ൻ്റെത്. മനസ്സിലായില്ലേ? ഒരു റാസ കഴിഞ്ഞ് വരുമ്പം ഈ ഭാരമേറി വരുന്ന ഈ മാതാവിനെ, വാസ്തവത്തിൽ ഈ മാതാവിന്റെ മാനസികാവസ്ഥ നമ്മൾ നടക്കണം എന്താന്നുള്ളത്. എന്തൊരു ഗതികേടാണ്! എന്താണ് നമ്മുടെ വിശ്വാസം? എവിടെ നിൽക്കും നമ്മുടെ വിശ്വാസത്തിന്റെ അളവുകോൽ? അറിയണ്ടേ ഈ കാര്യം? ഈ സഭാമക്കൾ അറിയണ്ടേ? ഈ തലമുറകൾ അറിയണ്ടേ? പിതാക്കന്മാരെ അവതരിപ്പിക്കുവാൻ ഒരു ആരാധനാ ജീവിതത്തോടെ വിളിക്കപ്പെട്ടവന്റെ ഇന്നത്തെ ആരാധനാഭാവം എവിടെ നിൽക്കുന്നു? ഇവിടുത്തെ അപ്പനും മകന്റെ ആരാധനയ്ക്ക് പോവുകയാണ്. അപ്പൻ പറഞ്ഞു ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഈ പിതാവിന്റെ മാതൃക പൂർണ്ണമായി ഏറ്റെടുത്ത് അപ്പനോട് കൂടെ നടക്കുന്ന 10 വയസ്സിൽ താഴെ പ്രായമുള്ള ചെറുക്കനെ നമ്മൾ കാണുക. എന്താണ് പ്രിയമുള്ളവരെ ഈ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യം? ഇപ്പം നമ്മുടെ പിള്ളേരുടെ ആഗ്രഹം എന്നാണെന്നറിയാമോ? അപ്പനും ഒക്കെ അമ്മയൊക്കെ എൻ്റെ മാതൃകയിൽ ഉറപ്പിക്കപ്പെടണമെന്ന്. അമേരിക്കയിൽ ചെന്നാൽ അവിടുത്തെ കുട്ടികൾ പറയും അപ്പനും അമ്മയ്ക്ക് കപ്പലേ വന്നവരാ, ഞങ്ങൾ ഫ്ലൈറ്റിൽ എല്ലാ ദിവസവും എന്തല്ലേ ടൗൺ ടു ടൗൺ. നമ്മളിവിടെ KSRTC ഇവിടുന്ന് കാണുന്നുള്ളൂ ടൗൺ ടു ടൗൺ. അവിടെ ഫ്ലൈറ്റ് ടൗൺ ഉണ്ട്. അതേ ദിവസം പോയി ജോലി നോക്കിയിട്ടോ പഠിച്ചിട്ടോ ഒക്കെ വരുന്ന കുട്ടികൾ അവർ ഞങ്ങൾ നല്ല സ്പീഡിൽ പോകുന്നവരാ, നല്ല സ്പീഡിൽ പോകുന്നവരാ, യാത്ര ചെയ്യുന്നവരാ ഞങ്ങൾ. നിങ്ങൾ വളരെ സ്ലോയിൽ പണ്ട് കപ്പലിൽ വന്ന് വിളിക്കുന്നു. ഇതൊരു അപ്പനും അമ്മ എന്നോട് പറഞ്ഞതാണ് ഇവരുടെ മനോഭാവം ഇതാണെന്ന്. അങ്ങനെ ആ വാക്കനെ ഉപയോഗിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 4-5 പള്ളികളിലൂടെ പറഞ്ഞു. കുട്ടികളോട് ഞാൻ ചോദിച്ചു, മക്കളെ ഈ ഒരു മനോഭാവം ശരിയാണോ?
നിങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് നിങ്ങൾ പറയുന്നു. Is it possible for you to change the color of your skin given by your parents? നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് അന്ന് നിങ്ങളുടെ തൊലിയുടെ കളർ മാറ്റം നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ വളരെ അഡ്വാൻസ്ഡ് അല്ലേ? രണ്ടാമത് ഞാൻ ചോദിച്ചു, is it possible for you to change the content of your blood given by your parents? നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് അന്ന് ഈ രക്തത്തിന്റെ അതിന്റെ ഉള്ളടക്കം ഉണ്ടല്ലോ, കണ്ടന്റ് ഉണ്ടല്ലോ, ഇത് മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പല മാതാപിതാക്കന്മാർ ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുട്ടികളോട് ചോദിക്കുന്നത്. ഇനി അവരെന്തായാലും വേണ്ടില്ല, അങ്ങനെ ചോദിച്ചല്ലോ അത് മതി. അത്രയും ചോദിച്ചല്ലോ, ചോദിക്കാൻ ഒരാളുണ്ടായല്ലോ. കുഞ്ഞുങ്ങൾ അറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കാണ്. അവരുടെ സമീപനങ്ങളിൽ ചില തെറ്റുകളൊക്കെ ഉണ്ടാകാം. ഇവിടെ അവിടെയായിട്ട് ചില കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നുണ്ട്. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ പ്രായത്തിൽ വരുന്നിട്ട് പല അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കന്മാരോളം നിങ്ങളുടെ ജീവിതത്തിന് നന്മ ആഗ്രഹിക്കാൻ കഴിയുന്ന ആരും ഈ ഭൂമിയിലില്ല. ബാക്കിയുള്ളതൊക്കെ കുമിളുകൾ മാത്രമാണ്, ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിപ്പോകുന്നത്. നിങ്ങളെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് അവർ സമീപിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ മാതാപിതാക്കന്മാരെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അവരുടെ ദൈവത്തോട് ചേർന്ന് നിൽപ്പാനുള്ള ഉത്തരവാദിത്വം ഈ ജീവിതത്തിലുണ്ട് എന്നുള്ളത് ഓർക്കുക. ഈ ഇസഹാക്ക് ഈ പിതാവിനെ വീണ്ടെടുക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചിത്രം നാം കാണുന്നത് 26-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ്. അതിനിടയ്ക്ക് അബ്രഹാം മരിക്കുന്നു, 175-ാമത്തെ വയസ്സിൽ അവനെ അടക്കുന്നു. ഇസഹാക്ക് യാത്ര തുടരുകയാണ്. ഇസഹാക്ക് യാത്ര തുടർന്ന് ഗെരാർ മരുഭൂമിയിൽ വരുമ്പോൾ 3 കിണറുകൾ ഇസഹാക്ക് തെളിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ 3 കിണറുകളും അബ്രഹാം കുഴിച്ച് ഉപയുക്തമാക്കിയ കിണറുകളാണ്. എന്നാൽ ഫെലിസ്തീർ അത് മൂടിക്കളഞ്ഞു. ഈ മൂടിക്കളഞ്ഞ കിണറുകളെ ഇസഹാക്ക് വീണ്ടും തെളിച്ചു. ആദ്യത്തെ 2 എണ്ണം തെളിച്ചു കഴിഞ്ഞപ്പോ ഈ ഗെരാർ നിവാസികൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അവകാശമാണ് ഇതെന്ന് പറയുക. ഞങ്ങളുടെ അവകാശമാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു തർക്കവും കൂടാതെ ആ 2 കിണറും അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഒരപ്പന്റെ മാതൃക. ഇവിടെയാണ് പിതാവിനെ വീണ്ടെടുക്കാൻ മകന് കഴിയുന്നത്. എൻ്റെ നല്ല കൃത്യമായ പ്രായോഗികമായിട്ടുള്ള എവിഡൻസ് ഇവിടെയാണ്. അബ്രഹാം കുഴിച്ച കിണറ് തർക്കത്തിന് ഇസ്ഹാക്കിന് വകയുണ്ട്. ഫെലിസ്തീർ മൂടിക്കളഞ്ഞതാണ്. രണ്ടാമത് താൻ കുഴിച്ചതാണ്. അവിടെയും തനിക്ക് തർക്കത്തിന് വകയുണ്ട്. തന്റെ അവകാശം സ്ഥാപിക്കാൻ അവകാശമുണ്ട്. പക്ഷെ സ്ഥലവാസികൾ വന്നിട്ട് പറയുകയാണ്, ഇത് ഞങ്ങളുടെ സ്വത്താണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 കിണറും അവർക്ക് വിട്ടുകൊടുക്കുന്നതായിട്ട് കാണുകയാണ്. കർത്താവ് പറഞ്ഞു, നിന്നോട് ആരെങ്കിലും നിന്റെ ഉടുപ്പെടുക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ പുതപ്പൂടെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 നാഴിക വഴി പോകാൻ ആവശ്യപ്പെട്ടാൽ 2 നാഴിക കൂടെ പോകണമെന്ന് പറയുന്നു. ക്രിസ്തുവിന്റെ വാക്കിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാമുഖ്യമെങ്കിൽ സഭ ഈ നിയോഗം ഏറ്റെടുത്തേ മതിയാകുള്ളൂ. ഏത് പ്രതിസന്ധിയിലും വീതം വെക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാൻ അതിനോട് 100% എതിരാണ്. പക്ഷെ അക്കോമഡേറ്റീവ് ആകാൻ കഴിഞ്ഞേ വഴു എന്നുള്ളതിന് ഒരു തർക്കവും എനിക്കില്ല. നിങ്ങളെല്ലാവരും കൂടെ തർക്കിച്ചാലും ഞാൻ എന്നോട് ചേർത്തുമില്ല. സഭ അക്കോമഡേറ്റീവായേ മതിയാകുള്ളായിരുന്നു. എനിക്ക് തർക്കമില്ല കാര്യത്തിൽ. ക്രിസ്തുവിന്റെ സുവിശേഷമാണ് നാം ധരിക്കുന്നതെങ്കിൽ അവസരം ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് തന്നിരുന്നു. നമ്മുടെ മുമ്പിൽ നമ്മുടെ കൈപ്പിടിയിലെത്തിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവരാണ് നാം. അതിനെന്ത് മറുമരുന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ക്രിസ്തുവിന്റെ വാക്കിനാണ് ഈ ജീവിതത്തിൽ പ്രാമുഖ്യമെങ്കിൽ. ഇത് പഴയ നിയമത്തിലെ ഒരു മനുഷ്യനാണ് ഇസ്ഹാക്ക്.
ഒരു ചെകിട്ട് തടിച്ചാൽ മറ്റേ കാണിച്ചു കൊടുക്കണമെന്നുള്ള പ്രമാണം ഇതിന് ശേഷമാണ് വന്നത്. അല്ല, ഒരു ചെകിട്ട് തടിച്ചാൽ ഒരു കണ്ണെടുത്താൽ മറ്റേ നീ തിരിച്ചവൻ്റെ കണ്ണെടുക്കണമെന്ന് പറയും. കണ്ണിന് പകരം കണ്ണെന്നുള്ള പ്രമാണം ഇസാക്കിനും ശേഷം വന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ക്രിസ്തുവിൽ ഈ പറയുന്ന ചേർത്തുവെക്കലിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ അല്ല, ചേർത്തുവെക്കലിൻ്റെ പ്രമാണം, സ്നേഹത്തിൻ്റെ പ്രമാണം വന്നു കയറി. അത് നമുക്ക് പരിശീലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഗതികേടെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഗതികേടെന്ന് മാത്രം, അതിൽ കുറഞ്ഞൊന്നും പറയാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്വന്തം അപ്പൻ കുഴിച്ചു, നാട്ടുകാർ മൂടി, വീണ്ടും ഇസ്ഹാക്കിനെ കുഴിച്ചു. അന്നേരം അവകാശികൾ വന്നപ്പോ ഒരക്ഷരം തർക്കം പറയാതെ അവർ വിട്ടുകൊടുക്കായിരുന്നു. വിട്ടുകൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ചേർത്ത് വെക്കാവുന്ന സന്ദർഭങ്ങളെ നാം നഷ്ടപ്പെടുത്തി എന്നുള്ളത് ഇനി സങ്കടത്തോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയുള്ളൂ. അതിന് പകരം വെക്കാൻ ഇനി അവസരം ഉണ്ടാവില്ല. പോകട്ടെ, എല്ലാം പോകട്ടെ ആണല്ലേ, പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം. അപ്പൊ ഇവിടെ മൂന്നാമത്തെ കിണർ കുഴിച്ചപ്പോൾ ആരും അവകാശത്തിന് വന്നില്ല, അത് ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ ജഡത്തിൽ ജനിച്ചവന്റെ സ്വഭാവം എന്താണ്, ആത്മാവിൽ ജനിച്ചവന്റെ സ്വഭാവം എന്താണ് എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇനി വാട്ട് അബൌട്ട് us, അത് ചിന്തിക്കണ്ടേ? ഇസ്മായിൽ ആരായിരുന്നു, ഇസ്ഹാക്ക് ആരായിരുന്നു എന്നതിനപ്പുറം നാം ആരാണ്? യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നീക്കോദെമോസിനോട് പറയുന്നു, നീ വീണ്ടും ജനിക്കണം. നീ ഒന്ന് ജനിച്ചതാ, ഒന്നുകൂടെ ജനിക്കണം. എല്ലാ സംശയങ്ങളെയും ദൂരീകരിച്ചിട്ട് പറഞ്ഞു, ജഡത്തിൽ ജനിക്കുന്ന ജഡവും ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവുമാകുന്നു. ഇതേ കാര്യമാണ് പൗലോസ് ഇസ്മായിലിനെ ഇസ്ഹാക്കിനെ കുറിച്ച് പറഞ്ഞു. ജഡത്തിൽ ജനിക്കുന്ന ജഡവും ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവുമാകുന്നു. നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ചരിത്രം എത്ര പുറമോട്ടുണ്ട്. സൃഷ്ടിയുടെ ആരംഭം വരെ ഉണ്ട്. അതിപ്പോൾ അതിൻ്റെ തെളിവുകളെല്ലാം പറയാനായിട്ട് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതാണ് അമ്മയുടെ ഉദരത്തിൽ. മാതാപിതാക്കന്മാർ സംയോജനത്തിലൂടെ മാതാവിൻ്റെ ഉദരത്തിൽ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതാണ് നാം അവിടെ ജനിച്ചുവെന്ന് പറയുന്ന നിമിഷം. അങ്ങനെ ജനിച്ച 9 മാസം കൊണ്ട് ദൈവകൃപയിൽ വളർന്ന് ഈ ലോകത്തിൽ വരുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തിന് വേണ്ടി ജനിക്കുന്നതാണല്ലോ വിശുദ്ധ മാമോദീസ. അവിടെ നാം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി മാറുകയാണ്. ദൈവത്തിന്റെ ആലയം എന്നാണ് നമുക്ക് പേര് പറയുന്നത്. നാം തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഉൾക്കൊള്ളുന്ന 9 മാസമാണ്. ഇപ്പം നമ്മൾ പറയും അവൾ ഗർഭിണിയാണ്, പ്രഗ്നന്റ് ആണെന്ന് പറയും. 9 മാസക്കാലമാണ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ. പക്ഷെ ഒരു വിശ്വാസി അവന്റെ ശരീരം ക്രിസ്തുവിന്റെ മന്ദിരമായി നിൽക്കുന്നത് 9 മാസത്തേക്കല്ല. മാമോദിസ മുതൽ തുടർ ജീവിതത്തിൽ നിരന്തരമായി അവനാരാണ്? ക്രിസ്തുവിന്റെ മന്ദിരമാണ്. അവൻ വഹിക്കുന്ന ക്രിസ്തുവിനെയാണ്. സോ വി ആർ ഇൻ എ പെർമനന്റ് പ്രഗ്നൻസി. നാം എല്ലാവരും ഒരു സ്ഥിര ഗർഭാവസ്ഥയിലാണ്. വഹിച്ചിരിക്കുന്ന ആരെയാണ്? ക്രിസ്തുവിനെയാണ് വഹിച്ചിരിക്കുന്നത്. ഒരമ്മ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ അവൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്, അവളുടെ ഉദരത്തിന്റെ പുറത്ത് നടക്കുന്നത്, അവൾ സംസാരിക്കുന്നത് എല്ലാം ഈ കുഞ്ഞിന് ഗുണപരമാണെങ്കിൽ ഗുണപരമായി സംഭവിക്കും, ദോഷമാണെങ്കിൽ ദോഷമായി ബാധിക്കും. നാം അറിയണം, ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്ന ഒരുവൻ മദ്യപിക്കുന്നവനാണെങ്കിൽ അവൻ വായിലൊഴിക്കുന്ന മദ്യം വീഴുന്നത് ക്രിസ്തുവിന്റെ വായിലാണ്. പുക വലിക്കുന്നുവെങ്കിൽ ആ പുക പാസീവായി ചെല്ലുന്നത് ക്രിസ്തുവിന്റെ വായിലാണ്. നാം ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും അവനെ ഭാഗവാക്കാകും, എല്ലാ നന്മയ്ക്കും അവനെ ഭാഗവാക്കാകും. ഇനിയും നമുക്ക് തീരുമാനിക്കാം നാം ആരാണ്, നാം എന്താണ്, നാം എന്തായിരിക്കണമെന്നുള്ളത്. നമുക്കറിയാം, ദൈവാലയത്തിന് 2 കല്ലിടയിലുണ്ട്. ഒരിടവ് രൂപീകൃതമാകുന്നു. അതിന് കല്ലും മണ്ണ് ഉപയോഗിച്ച് ഒരു കെട്ടിടം പണിയാൻ, പള്ളി പണിയാൻ ഇരിക്കുമ്പോൾ പ്രാർത്ഥനാപൂർവമായിട്ട് പിതാക്കന്മാരെ വിളിച്ചോ അല്ലെങ്കിൽ നമ്മളായിട്ടോ ഒരു കല്ലിടും. ആ കല്ലിടയിലാണ് പിന്നീട് കല്ലിട്ട പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞു വരുന്നത്.
പക്ഷെ ഈ പണി കഴിഞ്ഞിട്ട് രണ്ടാമതൊരു കല്ലിടിയിലൂടെ ഉണ്ട്. എവിടെയാണ്? 2 ദിവസമായിട്ടാണ്, അല്ലെങ്കിൽ തലേ ദിവസവും സന്ധ്യ നമസ്കാരത്തോടും, ഒരു ദിവസമാണ് സന്ധ്യ നമസ്കാരത്തോടും പ്രഭാത നമസ്കാരത്തോടും ചേർന്നാണ്. ഈ തലേ സന്ധ്യയ്ക്ക് സന്ധ്യ നമസ്കാരത്തോട് ചേർന്ന് കൂദാശയുടെ 1-ാം ഭാഗത്തിൽ ഒരു ചെപ്പിനകത്ത് ഒരു കുരിശും 12 കല്ലുകളും, കുരിശ് കർത്താവിനെ പ്രദാനം ചെയ്യുന്നു, കല്ലുകൾ 12 സ്ത്രീയന്മാരെ പ്രദാനം ചെയ്യുന്നു. മൂർവനഭിഷേകം നടത്തി ആഘോഷമായി ഒരു കല്ലിടിയിൽ ക്രോണോസിന്റെ അടിയിലിടും. നേരത്തെ ഒരു കല്ലിട്ടതാണ്, അത് ഈ കെട്ടിടം പണിയാൻ വേണ്ടിയുള്ളതായിരുന്നു. ഇവിടെ ഇതാ ദൈവത്തിന്റെ ആലയമായി പൂർത്തീകരിക്കുന്നിടത്ത് രണ്ടാമതൊരു കല്ലിടിയിൽ ഇതേ കാര്യം തന്നെയാണ് ഒരു വ്യക്തിക്കുമുള്ളത്. അവന്റെ ശാരീരികമായിട്ട് ജനത്തിൽ ജഡപരമായി അവൻ ജനിക്കുവാനായിട്ട് മാതാവിന്റെ ഉദരത്തിൽ അവന്റെ കല്ലിടിയിൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് വേണ്ടി ജനിക്കുന്ന ദൈവാലയമായി മാറുന്ന മറ്റൊരു കല്ലിടിയിൽ മാമോദിസ തൊട്ടിയിൽ അവനുണ്ട്. എത്ര സമാനതയാണ്! അങ്ങനെ ആലയമായി മാറിയവരാണ് നാം ഓരോരുത്തരും. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിക്കോദീമസിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. കാറ്റ് ഇഷ്ടമുള്ളത്തേക്ക് ഒതുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു. Whence it comes and where it goes nobody knows. So also being born of the spirit എന്നാ പറയുന്നത്. കാറ്റ് എവിടെ നിന്നാ വരുന്നത്, എവിടേക്കാണ് പോകുന്നത് നിനക്കറിയില്ല. ആത്മാവിൽ ജനിക്കുന്നവനൊക്കെ അങ്ങനെയാണ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കാറ്റ് നമുക്ക് നല്ല കുളിർമ തരുന്നതാണ്, അതിന്റെ അനുഭവം നമുക്കുണ്ട്. പക്ഷെ എവിടുന്നാ വന്നതെന്നറിയാമോ? എവിടുന്നാ നമ്മളെ തട്ടിയിട്ട് പോകുന്നറിയാമോ? ഇല്ല. പക്ഷെ അതിനെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതല്ലാതെ ഞാൻ ഇത്ര മാസം ഇത്രാം തീയതി കർത്താവിനെ അങ്ങ് നേരിട്ട് പിടിച്ചു, അവൻ എന്നെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് രക്ഷയുടെ സിദ്ധാന്തമൊന്നും ആരും പറയേണ്ട കാര്യമില്ല. പ്രായപൂർത്തിയായ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോഴും അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനിഷ്യേറ്റീവ് ഓൾവേസ് കംസ് ഫ്രം ഗോഡ്, ഫ്രം എബവ്. ദൈവത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ ഇനിഷ്യേറ്റീവ്. അതിന് നിന്നുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് ദൈവം നമ്മുടെ സൃഷ്ടാവായി നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ നമുക്ക് ആദ്യത്തെ കല്ലിട്ട് 9 മാസം കൊണ്ട് ഈ ലോകത്തിലേക്ക് നമുക്ക് അവസരം നൽകി, വീണ്ടും അവന്റെ മന്ദിരമാകുവാനുള്ള കല്ല് നമ്മിലിട്ട് വിശുദ്ധ മൂറാനൽ അഭിഷേകം നടത്തി അവന്റെ ആലയമായി നമ്മെ മാറ്റി. പിതാക്കന്മാർ ദൈവത്തെ തിരിച്ചറിയാൻ, പിതാക്കന്മാർ മാതൃകയിൽ ഉറപ്പിക്കപ്പെടുവാൻ, ഈ തലമുറയിൽ പിതാക്കന്മാരെ വീണ്ടെടുത്ത് അവരുടെ ജീവിതത്തെ ഇവിടെ സംഗതമാക്കുവാൻ, അങ്ങനെ ഈ ജീവിതത്തിൽ നമുക്ക് അനന്തര തലമുറയ്ക്ക് ഈ ജീവിതത്തിന്റെ നന്മയും വിശുദ്ധിയും കൈമാറുവാൻ. ഇതാണ് ഈ ജീവിതത്തിന്റെ നിയോഗം. 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഒന്ന്, ഡോക്ടർ സോമനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് വളരെ പരിചയമാണ്. ISROയുടെ ചെയർമാനാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മനോരമ കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പരിപാടി നടത്തപ്പെടുകയുണ്ടായി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ദേശീയമായിട്ടുള്ള തലത്തിലുള്ള നേതാക്കന്മാരും ഒക്കെ വന്ന് അതിൽ സംബന്ധിച്ചു. വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിലുള്ള ആളുകളെ വിളിച്ച് അവരുടേതായിട്ടുള്ള അഭിപ്രായം, ഇന്ത്യയുടെ ഭാവി എന്നതായിരുന്നു വിഷയം, ഫ്യൂച്ചർ ഇന്ത്യ. ഡോക്ടർ സോമനാഥിനോട് ആങ്കർ ചെയ്ത ആൾ ചോദിച്ച 1-2 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. ISRO ഈ അടുത്ത സമയത്ത് നടത്തിയ വിക്ഷേപങ്ങളൊക്കെ വിജയമായി. ഓരോന്നും വിജയിക്കുമ്പോൾ താങ്കളും താങ്കളുടെ ടീം അംഗങ്ങളും ഇരിക്കുന്നിടത്ത് നിന്ന് വളരെ ശാന്തമായി എഴുന്നേറ്റ് വളരെ ശാന്തമായി ഒന്ന് കൈയടിക്കും. പക്ഷെ അമേരിക്കയിലെയോ മറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള മറ്റ് കൺട്രികളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ എക്സ്റ്റാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അവർ തലകുത്തി മറിയും, ഡാൻസ് കളിക്കും, ശാസ്ത്രജ്ഞന്മാരൊക്കെ ഡാൻസ് കളിക്കും. നിങ്ങൾക്ക് എന്താണ് അത്രയും ഒരു സന്തോഷം? ആവർത്തിച്ച് പല വിജയങ്ങളും ഉണ്ടായിട്ടും ISROയിൽ താങ്കൾക്കും താങ്കളുടെ ടീം അംഗങ്ങൾക്കും ഇത്രയും ഒരു തിമിർത്ത സന്തോഷം എന്താണ് ഉണ്ടാകാത്തത് എന്ന് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞു, അത് ISROയുടെ മാത്രം പ്രത്യേകതയല്ല, ഈ ഭാരതത്തിന്റെ സംസ്കാരമാണത്. ഇതിപ്പം മാറി വരുന്നുണ്ട് കേട്ടോ, സംസ്കാരമൊക്കെ മാറി വരുന്നുണ്ട്. ഈ ഭാരതത്തിന്റെ സംസ്കാരമാണ്. അദ്ദേഹം പറഞ്ഞത് ISROയിൽ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ ഈ കാര്യമുണ്ട്. അദ്ദേഹം പറയാം, വിദേശത്തുള്ള ഫോറിനേഴ്സ് ആയിട്ടുള്ളവർ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ വാതിൽ ഭാര്യ തുറന്നു കൊടുക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം ഒരു ദിവസം സംഭവിച്ചാലും ഉടനെ ഭർത്താവ് ഭാര്യയോട് പറയും,
ഐ ലവ് യു മൈ ഡിയർ എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യമാരോട് അങ്ങനെ പറയാറുണ്ടോ എന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിൽ അങ്ങനെ പറയുന്ന ഒരു പശ്ചാത്തലമുണ്ടോ എന്ന് ഈ സോമനാഥ് എന്ന് പറയുന്ന മനുഷ്യൻ ആങ്കർ ചെയ്ത ആളോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അവിടെ അവർ ജീവിക്കുന്ന ഈ വാക്കലാണ്. ഉള്ളിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് പറഞ്ഞാൽ മതി, തൃപ്തിയാണ്. ഒരു നേരം പറഞ്ഞില്ലെങ്കിൽ പൊല്ലാപ്പുമാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ വാഗൊണ്ടല്ല, ജീവിതം കൊണ്ടാണ്. എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത്. നാവ് കൊണ്ടല്ല, ജീവിതം കൊണ്ടാണ്, ഉള്ളുകൊണ്ടാണ്, ഹൃദയം കൊണ്ടാണ്. ഇത് ഈ തുറന്നു കൊടുക്കുന്ന ആളിന് അറിയാവുന്നതുകൊണ്ട് ഒരു പൊല്ലാപ്പുമില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് വിജയിക്കാം, പരാജയപ്പെടാം. വിജയിച്ചു കഴിഞ്ഞാൽ അത് വലിയ സന്തോഷത്തിന്റെ വിഷയമായി മാറ്റുന്നവനെ സംബന്ധിച്ച് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ വലിയ നിരാശയിലേക്ക് പോകും. അതുകൊണ്ട് ഇത് വിജയിക്കാനും പരാജയപ്പെടാനും സാധ്യതയുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ഈശ്വരബോധ്യത്തോടെ ഞങ്ങൾ ചെയ്യുന്നു. വിജയിച്ചാൽ ഞങ്ങൾക്ക് മിനിമം സന്തോഷമുണ്ട്, പരാജയപ്പെട്ടാൽ അമിത നിരാശയുമില്ല. ഇതൊരു ക്രിസ്ത്യാനി ലോകത്തോട് പറയേണ്ട, ആത്മാവിൽ ജനിച്ചവൻ ലോകത്തോട് പറയേണ്ട സത്യമാണ്. നമ്മിൽ എത്ര പേർക്കാണ് ജീവിതം കൊണ്ട് ഇത് പറയാൻ കഴിയുന്നത്? നമ്മൾ തിമിർത്താടുവല്ലേ? ഏതിലിപ്പം നമ്മൾ തിമിർത്താടാത്തെ? നമ്മൾ സകലത്തിലും തിമിർത്താടുകയാണ്. എന്ത് കിട്ടിയാലും തിമിർത്താട്. ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ അങ്ങ് മനസ്സിലായില്ലേ? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവം മനുഷ്യനായെന്നുള്ളതാണ്. മനുഷ്യൻ ദൈവമാകുന്നതിനേക്കാൾ വളരെ ശ്രമകരമാണ് ദൈവം മനുഷ്യനാകാന്ന് പറയുന്നത്. വല്ല പിടിയും കിട്ടിയോ? ഞാനും നിങ്ങളും ദൈവമാകുന്നതിനേക്കാൾ വളരെ ശ്രമകരമാണ്. കാര്യം നമ്മൾ കുറവുള്ളവരാണ്. വളർന്ന് പൂർണ്ണത ആർജിക്കുന്നതിനേക്കാൾ വളരെ ശ്രമകരമാണ്. ഇനി അതിന് അനാലജിയൊക്കെ പറയാൻ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദൈവം മനുഷ്യനാകാന്ന് പറഞ്ഞത് അതിനെയാണ് നമ്മൾ ഇട്ടാട്ടുന്നത്. മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്നാ? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എൻ്റെ അർത്ഥം. ഞാൻ സന്ദേശം വായിക്കാറില്ല, ആരറിയിച്ചാലും വായിക്കാറുമില്ല. മെറി എന്ന വാക്കിൻ്റെ അർത്ഥം കൂത്താടുന്ന സന്തോഷം എന്നാണ്. മനസ്സിലായോ? ക്രിസ്മസിന്റെ സന്തോഷത്തിന് മെറി എന്ന വാക്ക് ഒരിക്കലും ചേരുന്നതല്ല. ഡിക്ഷണറി നോക്കിയാൽ സന്തോഷം നോക്കി അർത്ഥം കാണും. കൂത്താടുന്ന സന്തോഷത്തിനാണ് മെറി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഗ്രേസ്ഫുൾ എന്നോ ബ്ലസ്സഡ് എന്നോ ഒക്കെ പറയാം. ഗ്രേസ്ഫുൾ എന്ന് പറഞ്ഞാൽ ദൈവകൃപയുള്ള സന്തോഷമുണ്ട്, അതാർക്കും വേണ്ട, എല്ലാവർക്കും മെറി മതി. ഒരിക്കലും ചേരാത്ത രണ്ട് വാക്കുകൾ മെറിയും ക്രിസ്തുമസും. പക്ഷെ നമ്മളതിനെ ബലത്തോടെ ബോധപൂർവമായി ഫോഴ്സ്ഫുള്ളി ചേർത്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ജീവിതം അതാണ്, നമ്മുടെ ദർശനം അതാണ്. അതിനപ്പുറം ക്രിസ്മസിനെ കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തിമിർത്താടുന്ന സന്തോഷത്തിലാണ് എല്ലാ വിഷയത്തിലും നമ്മൾ. ദുഃഖവെള്ളിയാഴ്ചത്തെ ക്രൂസിനേക്കാൾ ശ്രമകരമാണ് ദൈവം മനുഷ്യനായ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എൽദോ പെരുന്നാളിൽ സ്ലീബാഘോഷം ഉള്ളത്. ദുഃഖവെള്ളിയാഴ്ച കർത്താവ് സഹിച്ച ക്രൂസിനേക്കാൾ ശ്രമകരമായ കുരിശാണ് അവൻ മനുഷ്യാവതാരത്തിൽ സഹിച്ചത്. അതുകൊണ്ടാണ് ഈ എൽദോ പെരുന്നാൾ സ്ലീബാഘോഷം ഉള്ളത്. പോട്ടെ, സമയത്തിന്റെ പരിമിതി കൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാമും ജഡം വിട്ട് ആത്മാവിൽ ജനിച്ചവരാണ്. എവിടെ എത്തി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഭാവം എന്നുള്ളത് പിതാക്കന്മാരുടെ ദൈവം, പിതാക്കന്മാരുടെ മാതൃക, അതിനെ ഈ ലോകത്തിൽ ഈ തലമുറയിൽ ആറ്റിയഴിക്കുക, അനന്തര തലമുറയ്ക്ക് കൈമാറുക. ഈ ദർശനം തന്നെയാണ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അത് സാധൂകരിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഏറെ ധന്യതയോടെ നിർവഹിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ധ്യ എന്നെ സംബന്ധിച്ചേറെ സന്തോഷകരമായിട്ടുള്ള സന്ധ്യയാണ്. അഭിനന്യ പിതാവിൻ്റെ സാന്നിധ്യം. വൈദിക സെമിനാരിൽ ഞാൻ 1-ാം വർഷം പഠിക്കാനായിട്ട് ചെല്ലുമ്പോൾ 4-ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു തിരുമേനി സെമിനാരിയിൽ. എന്നെ ഏറെ സ്നേഹിച്ചിട്ടുള്ള, കരുതിയിട്ടുള്ള, എൻ്റെ വളർച്ചയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് അഭിമന്യ പിതാവ്. ബഹുമാനപ്പെട്ട മാത്യു വർഗീസ്. ഞങ്ങൾ ഒരേ ബാച്ചിൽ പഠിച്ചവരാണ്. മറ്റു വൈദികരെല്ലാവരും എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരുള്ളവരൊക്കെയാണ്. പ്രത്യേകമായിട്ട് ഈ ഒരു സന്ദർഭത്തിന് എല്ലാവരോടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കും.